നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഇത്രയും വിശുദ്ധന്മാരെ ഒരുമിച്ച് കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാം ഞാൻ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടുവാൻ സ്വർഗത്തിലെ ദൈവം നല്ല അവസരത്തെ തന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളിങ്ങനെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടുന്നു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ദീർഘമായി ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ചുരുളുകൾ നമുക്ക് അഴിഞ്ഞു കിട്ടാറുണ്ട്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ഒരുമിച്ച് കൂടുമ്പോൾ, അതായത് ഈ ആഭരണധാരണം എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച കൂടുതൽ സംസാരിച്ചത്. അതായത് റോമലേഖനം 12-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളെക്കുറിച്ച് ചില ഡിസ്പ്യൂട്ടുകൾ ചില ഇടങ്ങളിൽ നിന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അതൊക്കെ മറ്റു മനുഷ്യരെ നിരുത്സാഹപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതും ഒക്കെ ആയ കാര്യങ്ങളാണല്ലോ എന്നോർത്ത് അതിനൊരു ചെറിയ വിശദീകരണം പോലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. ആ മെസ്സേജ് പിന്നീട് ചില കാരണങ്ങളാൽ എനിക്ക് ഒന്നുകൂടെ കേൾക്കേണ്ടി വന്നു. അങ്ങനെ കേട്ട ആ ഒരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, അധികം ലെങ്തി അല്ലാത്തൊരു മെസ്സേജായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ ചില്ലറേ ഉണ്ടായിരുന്നുള്ളൂ ആ മെസ്സേജ്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ കിടന്ന നമ്മെ അവിടെ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കുന്നത് ആ പ്രക്രിയ അങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അതിൽ വിശ്വാസ സ്നാനത്തിൻ്റെ ഭാഗങ്ങൾ, നമ്മെ സമർപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ശരിക്കും പുതുതായിട്ടൊരു വ്യക്തി ആ മെസ്സേജ് കേൾക്കുകയായിരുന്നെങ്കിൽ അതിന് മുൻപ് പറഞ്ഞതോ അതിന് ശേഷം ഇനി പറയുന്ന കേട്ടില്ലെങ്കിലോ ആ ഒറ്റ മെസ്സേജിൽ അത്യാവശ്യം അവരുടെ ഉള്ളത്തിലൊരു കത്ത് കത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വ്യക്തമായി നമ്മളതിനകത്ത് സൂചിപ്പിച്ചു. അങ്ങനെ ആ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയകളെല്ലാം തുറന്നാണ് ആ മെസ്സേജ് കൊണ്ടുപോയി അവസാനിപ്പിച്ചത്. അത്യാവശ്യം ഒരാൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നോക്കണം, ആ മെസ്സേജ് റെക്കോർഡ് ചെയ്തിരുന്നതുകൊണ്ട് പിന്നത്തേതിൽ നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിരുന്നു. അതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുള്ള ഒരു പ്രസിദ്ധനായ ഉപദേശി ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കാനായിട്ട് വന്നു. വീണ്ടും എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് പുള്ളി സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 3-4 വർഷം പുറകിൽ അദ്ദേഹം ഇത് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വൈറലാണ്. കാരണം അവർ ഒത്തിരി പോപ്പുലാരിറ്റി ഉള്ളവരാണ്. അത് തന്നെയല്ല, ഒരു ലീഡിങ് ഓർഗനൈസേഷൻ്റെ ഏതോ ഒരു പാനലിൻ്റെ ഭാഗമാണ് അദ്ദേഹം. അപ്പോൾ ആ കാരണത്താൽ ഏറ്റവും കുറഞ്ഞത് ആ പാനലിലുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകളെങ്കിലും കേൾക്കുമല്ലോ. ഒരു 10,000-20,000 പേരെങ്കിലും കുറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമായിരിക്കും ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് നാനാ വഴികളിൽ നിന്ന് ആളുകൾ അത് അയച്ചു തന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ ആഴ്ചകൾ മാസങ്ങളായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ. അപ്പോൾ ആ വീഡിയോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊരു ചിന്ത വരും, യെസ്, നമ്മുടെ ഈ സജി പാസ്റ്റർ ഈ വിഷയം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല, പുള്ളിക്കൊരു മാനസാന്തരം ഉണ്ടാകും നോക്കാം, നമ്മുടെ ഈ ഡാക്ടർ സാറിൻ്റെ മെസ്സേജ് പുള്ളിക്കൊന്ന് കൊടുക്കാം. അമേരിക്കയിൽ നിന്നൊക്കെയാണ് ആൾക്കാർ അയച്ചു തരുന്നത്. ഒത്തിരി ദൂരെയാണെങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇങ്ങോട്ട് അയച്ചു തരിക. അങ്ങനെയൊക്കെ അവർ കഷ്ടപ്പെട്ട് അയച്ചു തരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇത്രയേ ഉള്ളൂ, നമുക്കൊരു മാനസാന്തരം ഉണ്ടാകും എന്നുള്ളതായിരിക്കും. എനിവേ, ഞാനത് കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല സഹോദരങ്ങളെ. കാരണം ആ മാന്യദേഹം ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് ഒരു മിനിമം ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഒത്തിരി പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും മുൻകാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പം എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ് തോന്നിയത്. എന്താണ് ആ അസ്വസ്ഥതയുടെ കാരണം എന്ന് ചോദിച്ചാൽ, മുൻപും ഈ വിഷയത്തിൽ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഇൻ്റർവ്യൂ കൊടുത്തു. ആ കൊടുത്ത 2 ഇൻ്റർവ്യൂ നടത്തിയ പാർട്ടികളെയും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 2ഉം കറക്ക് കേസുകളാണ്. ദൈവസഭ ആത്മീയമായി വളരണമെന്നോ അല്ലെങ്കിൽ അവർ വചനത്തിൽ ഉറക്കണമെന്നോ അങ്ങനത്തെ ചിന്തകളൊന്നും ഉള്ളവരൊന്നും അല്ല അവരെല്ലാം വെറും ബിസിനസ് മൈൻഡുള്ള ആളുകളാണ്. അവരുടെ ചാനൽ 4 ആൾ കേൾക്കണം, അതിലൂടെയുള്ള റവന്യൂ അവർക്ക് കിട്ടണം എന്നൊക്കെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അസ്ഥാനത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടിയോട് വലിയ താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. ഇപ്പോൾ ഇല്ല സഹോദരങ്ങളെ, എനിക്ക് ഒരു താല്പര്യമില്ല. പുള്ളി ഡാക്ടറാണെങ്കിൽ പുള്ളിക്ക് കൊള്ളാം, പുള്ളി അതിലും വലിയ പുള്ളിയാണെങ്കിൽ പുള്ളിക്ക് കൊള്ളാം. ഞാൻ ആ വിഷയം ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളുടെ മുമ്പിൽ ഞാനത് അവതരിപ്പിക്കാം. അതായത് കഴിഞ്ഞ ഒരു
10-40 വർഷമായിട്ടുള്ള പെന്തക്കോസ്തിൻ്റെ മൂവ്മെൻറ്റ്സ്, ആ മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് ഇൻ്റർനെറ്റ് യുഗം ആരംഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പല നിലകളിൽ അഡ്വാൻസ്ഡ് ആണല്ലോ. അതിനു മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇൻ്റർനെറ്റ് യുഗം ആരംഭിച്ചതിന് ശേഷം ധാരാളം സാഹചര്യങ്ങളുണ്ട് നമുക്ക് പല കാര്യത്തോടുമുള്ള ബന്ധത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അല്ലെങ്കിൽ നമുക്ക് ടീച്ച് ചെയ്യാനും പാകത്തിനൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവരൊന്നും ദുരുപദേശത്തിനെതിരെ പോരാടുന്നതായിട്ട് ഒന്നുമില്ല. അവരുടെ ലോക്കൽ ചർച്ചിൽ അവർ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം. അതല്ലാതെ എത്രയോ തെറ്റായ ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിച്ചിട്ടുണ്ട്. അന്നേരമൊക്കെ ഇവർ മൗനമായിരുന്നു. അതുപോലെ സഭാരാഷ്ട്രീയത്തിൻ്റെ അഗ്നി ആളിക്കത്തിയ സമയങ്ങളുണ്ട്. ആ സമയത്തെല്ലാം ഇവർ മൗനമാണ്. അതുപോലെ കള്ളപ്രവാചകന്മാർ, വ്യാജന്മാർ, വഞ്ചകന്മാർ എന്നു വേണ്ട, അതായത് മലയാളി പെന്തിക്കോസ്തിൻ്റെ നടുവിൽ ഈ പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറയുന്ന ആ ഒരു ആശയം വളരെ രസകരമായൊരു കാര്യമുണ്ട്. ആ പ്രോസ്പെറിറ്റി തിയോളജി ആഴത്തിൽ വേരൂന്നി തുടങ്ങിയ ഒരു സമയമുണ്ട്, ന്യൂജൻ പെന്തിക്കോസ്തിൻ്റെ കടന്നുകയറ്റം. ആ കടന്നുകയറ്റ സമയത്തൊക്കെ ഇവരെല്ലാം മൗനത്തിലായിരുന്നു. ഇവരൊക്കെ ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആയിട്ട് ഇരുന്നതല്ലാതെ, ഡോക്ടർ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൃഗ ഡോക്ടറൊന്നും അല്ല കേട്ടോ, പെന്തക്കോസ്ത് ഡോക്ടറാണ്. അപ്പം അങ്ങനത്തെ പെന്തക്കോസ്ത് ഡോക്ടർമാരൊക്കെ അവരുടെ ശബ്ദം കാഹളനാദം പോലെ മുഴക്കണ്ടായിരുന്നോ? ഒരു 90കളിൽ ഇദ്ദേഹം 70കൾക്ക് ശേഷം ശുശ്രൂഷ വന്നയാളാ, അല്ലാതെ ഇന്നലെ മിനിങ്ങാന്ന് വന്നയാളല്ല ഈ ഡോക്ടർ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശുശ്രൂഷയിലേക്ക് യൗവന പ്രായത്തിൽ കടന്നു വന്നയാളാണ്. അപ്പോൾ 90കൾ മുതൽ മലയാളി പെന്തിക്കോസിന് സംഭവിച്ച അപജയങ്ങൾ 2000-ന് ശേഷം, അതായത് ഈ പുതിയ മില്ലേനിയത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്നലെ കിളുത്ത തകരയെന്ന് പറയുന്ന പോലത്തെ നമ്മളൊക്കെ നമ്മുടെ തങ്കു സാറിൻ്റെ ആശയങ്ങളെ ഉപദേശങ്ങളെയൊക്കെ കണ്ണിച്ചുകൊണ്ട് സ്നേഹത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ തങ്കു സാർ, അങ്ങ് പറയുന്ന ശുദ്ധ വിഡിതമാണ്, മണ്ടത്തരമാണ്. ആ വചനത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നത് നമ്മെ കോടീശ്വരനാക്കാനോ പണക്കാരനാക്കാനോ അല്ല. ആ വാക്യത്തിൻ്റെ അർത്ഥം അതല്ല. അങ്ങനെ എത്രയോ വാക്യങ്ങളുടെ അർത്ഥം തങ്കുസാർ മുതലായവരെ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു അന്ന്? ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരൊക്കെ അവരുടെ കംഫർട്ട് സോണുകളിൽ ഇരിക്കുകയായിരുന്നു, അത്ര തന്നെ. അവിടെ മുമ്പിലുള്ള കുറച്ച് ആൾക്കാരെ ദൈവം അനുഗ്രഹിക്കും മാനിക്കും എന്നൊക്കെ പറഞ്ഞ്, മെയിൻ ലൈൻ പെന്തിക്കോസ് എല്ലാം അങ്ങനെ പറയുന്നവരാണല്ലോ, ദൈവം അനുഗ്രഹിക്കും മാനിക്കും. നമ്മളിപ്പോൾ ഹ്യൂസ്റ്റണിലായിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നാട്ടിലുള്ളവരൊന്നും അത്ര അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ വന്നാലാണല്ലോ അനുഗ്രഹം. അങ്ങനത്തെ ചിന്തകളെയൊക്കെ പൊളിക്കേണ്ടവരല്ലേ ഇവർ? അവിടെ ഇരുന്നുകൊണ്ട് പൊളിക്കണം അത്. പ്രിയ സ്നേഹിത, നാട്ടിൽ കൂലിവേലയ്ക്ക് പോകുന്നവനാണെങ്കിലും നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഹ്യൂസ്റ്റണിലോ ഡാലസിലോ ഇരുന്ന് പ്രസംഗിക്കണം. അങ്ങനെ എത്ര കേമന്മാർ പ്രസംഗിക്കുന്നുണ്ട്? ന്യൂയോർക്കിലോ ന്യൂജേഴ്സിയിലോ ഇരുന്ന് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മെറിലാൻഡിൽ എത്തിയെന്നേ ഉള്ളൂ, അല്ലെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തിയെന്നേ ഉള്ളൂ. ഇതൊന്നും അല്ല കേട്ടോ അനുഗ്രഹം എന്ന് ഈ ബാംഗ്ലൂരിലിരുന്ന് ഞാനല്ല പറയേണ്ടത്. എനിക്ക് അസൂയാന്ന് ആൾക്കാർ ചിന്തിച്ചു പോകും. ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഇയാൾ ചുമ്മാ കുറ്റം പറയാമെന്ന് ചിന്തിക്കും. അതേസമയം അവിടെ ഇരുന്നു കൊണ്ടൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ആളുകൾ ശ്രദ്ധിക്കും. അത് ശ്രദ്ധിക്കും ഭയങ്കരമായിട്ട്. ഒരക്ഷരം മിണ്ടാനില്ല. പുള്ളിയെ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത് എപ്പോഴൊക്കെ ആഭരണ വിഷയം വരുന്നോ അപ്പോൾ പുള്ളി ചാടി വീഴും. ആഭരണ വിഷയം എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോൾ പുള്ളി രംഗത്ത് വന്നിരിക്കും. അതുപോലെ തന്നെ വേറൊരു വിദ്വാനുമുണ്ട് ന്യൂയോർക്കിൽ. പുള്ളി ഉന്തിവീഴത്തിൻ്റെ തള്ളിവീഴത്തിൻ്റെ ആളാണ്. പക്ഷേ പുള്ളി മെയിൻ ലൈൻ പെന്തിക്കോസിൻ്റെ ഒരു 3 അക്ഷരം കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് വഞ്ചന എന്ന് പറയുന്നത്. ആ 3 അക്ഷരം കീപ്പ് ചെയ്തിട്ടാണ് ഈ തള്ളിവീഴ്ത്തും ഉന്തിവീഴ്ത്തും അതിൻ്റെ ഒത്തിരി പ്രഭാഷണങ്ങൾ പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതായത് യൂട്യൂബ് മുതലായ എല്ലാത്തിലും ഉണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ തള്ളിയാൽ വീഴുമെന്നൊക്കെയാണ് പറഞ്ഞു കളയുന്നത്. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് എത്രയോ മനുഷ്യർ വീഴാതെ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ വീഴ്ത്തുന്ന ആത്മാവാണോ? പരിശുദ്ധാത്മ ശക്തി വന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത്തരക്കാർക്കൊക്കെ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ സീനായി പർവ്വതത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി. സീനായി പർവ്വതം നിന്ന് വറച്ചു. എന്നാൽ പുറപ്പാട് ദിവസം 40-ാം അധ്യായത്തിൽ വന്നപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പണി മുഴുവൻ തീർന്നു കഴിഞ്ഞ് വരുവനായ ദൈവം തൻ്റെ മഹത്വം ആ കൂടാരത്തിലേക്ക് ഇറക്കുകയാണ്. നിരന്തരമായി ഇസ്രായേലിൻ്റെ നടുവിൽ വസിച്ചുകൊണ്ട് അവരോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നു.
ദൈവസാന്നിധ്യം ഇറങ്ങി വരിക. നീ 19-ാം അധ്യായത്തിൽ ഇറങ്ങിയതുപോലെ, അല്ലെങ്കിൽ അതിലപ്പുറമായിട്ട് 40-ാം അധ്യായത്തിൽ ഇറങ്ങി വരിക. സമാഗമന കൂടാരം തരുമ്പും കുലുങ്ങിയില്ല. കുലുങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കുലുങ്ങിയിട്ടില്ല നീ. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്ന് കാണുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് എപ്പോഴും ഉണ്ടായ ചില അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്ന് എല്ലാവരും തെറിച്ചു പോകുന്നത്. വേറെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. ആഫ്രിക്കൻ ആത്മാക്കളുണ്ട്, ആഫ്രിക്കൻ ആത്മാക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പരിശുദ്ധാത്മാവ്, ദുരാത്മാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലൊരു ആത്മാവാണ് ആഫ്രിക്കൻ ആത്മാവ്. ആഫ്രിക്കൻ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെള്ള് കിടന്ന് പിടയ്ക്കുന്ന പോലെ കിടന്ന് പിടച്ച് കളയും. ഭയങ്കര പിടയാണ്, പിടയോട് പിടയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഓരോരോ സ്ഥലങ്ങളിലുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ചിന്ത. സമഗ്രമായ പഠനങ്ങളുമായിട്ട് ഇവരൊന്നും വരുന്നില്ലെന്നേ. ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ മുൻകാലത്ത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വലിയ കാപ്പും കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്നും ഇന്നും ഒക്കെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പുതിയ നിയമത്തിൽ വാക്യം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. തിമത്തിയോസിൻ്റെ ലേഖനത്തിലൊരു വാക്യം പോരെ? അത്യാവശ്യം ഒരു വാക്യം പോരെ? നമ്മൾ ആ വാക്യത്തിന് പോലും ഊന്നൽ കൊടുത്തല്ല സംസാരിക്കാറ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് അങ്ങനെ ഊരാനും പിടിക്കാനും ഒന്നും വാക്യമില്ലെന്നുള്ളതാണ്. സത്യത്തിൽ ഈ ടോപ്പിക്കൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഇത്തരം ഡോക്ടർമാർ കിടന്ന് വിലസുകയാണ്. സാധാരണ മനുഷ്യരെ കൺഫ്യൂഷനിലേക്ക് തള്ളിവിടുകയും അവരെ ഒരു പരുവത്തിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ദീർഘമായ ആഴ്ചകൾ ഈ ടോപ്പിക്കിൽ തന്നെ നിന്നത്, പുറത്തു പോകാതെ. സാധാരണ മെസ്സേജുകളിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യമാണ്. അബ്രഹാമിൻ്റെ കാലം വരെ ദൈവം ആഭരണം ധരിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അബ്രഹാമിൻ്റെ കാലത്തിന് ശേഷം ആഭരണം ധരിക്കാനായിട്ട് അനുവദിച്ചു. അതിന് തെളിവാണ് റുബേക്കയ്ക്ക് ആഭരണങ്ങളെ ധരിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. പിന്നീട് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും അവർ ആഭരണങ്ങളെ ധരിച്ച കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നീടൊരു സമയം കഴിഞ്ഞ് അവർ ധരിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ പറയപ്പെട്ട കാലങ്ങളിൽ, അതായത് അബ്രഹാമിൻ്റെ കാലത്ത്, പിന്നെ പുറപ്പാട് പുസ്തകത്തിൻ്റെ പീരീഡിൽ ഇവിടെയൊക്കെ ഇത് ധരിക്കാനുള്ള അവസരം കൊടുത്തു എന്നൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് പുതിയ നിയമത്തിൽ ദൈവം ഇത് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ദൈവം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് പെന്തക്കോസ്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഈ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അത് അദ്ദേഹം മാത്രമല്ല, ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാരാകട്ടെ, ശുശ്രൂഷകരാകട്ടെ, ഇവരെല്ലാം പറയുന്ന കാര്യമാണത്. നമ്മളതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയത് പുതിയ നിയമത്തിൽ അങ്ങനെ ഊരാൻ പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ദൈവം ഇത് അണിയാൻ എപ്പോഴാണ് പറഞ്ഞത്? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യനോട് ഇത് അണിയാൻ എപ്പോഴാണ് പറഞ്ഞത്? പുറപ്പാട് പുസ്തകത്തിൽ നമ്മളൊരു കാഴ്ച കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. യഹോവയായി ദൈവം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ ഇന്നിന്ന കാര്യങ്ങൾ ധരിപ്പിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനൊക്കെ ആഴമേറിയ അർത്ഥങ്ങളും പഠനങ്ങളും ഒക്കെ വേറെ കിടക്കുന്നുണ്ട്, ആഴമേറിയ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നാൽ പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അത് ഉപയോഗിച്ച് അവർ കാളക്കുട്ടി ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാളക്കുട്ടി ഉണ്ടാക്കിയ കാര്യമൊക്കെ കാണുന്നുണ്ട്. അതിലൊക്കെ അപ്പുറം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പ്രകാശനം ലഭിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യർക്ക് കാര്യങ്ങളെ തെളിവായി വെളിപ്പെട്ട് വന്നിട്ടില്ല. അതിലെ കീ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഈ പഴയ നിയമ കാലഘട്ടം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ന്യായപ്രമാണ യുഗവും അതിന് പുറകിലുള്ള മനസ്സാക്ഷി യുഗവും. അപ്പോൾ മൊത്തത്തിൽ പഴയ നിയമം എന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിച്ചോ. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും മനുഷ്യനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞോ, ഞാൻ നിന്നെ എൻ്റെ മന്ദിരമാക്കാൻ പോവുകയാണ്, എൻ്റെ നിവാസമാക്കാൻ പോവുകയാണെന്ന് ആരോടും പറഞ്ഞില്ല. അവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യം മേലാൽ സംഭവിക്കും, മാളികമുറിക്ക് ശേഷം സംഭവിക്കും. അതിൻ്റെ നിഴലെന്നോണമാണ് ഹോരേബി വെച്ച് മോശയെ വിളിച്ചു പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതിന് പകരം ഹോരേബി വെച്ച് ഡയറക്റ്റായിട്ട് പറയുകയാണ്, മോശേ ഇസ്രായേൽ ജനത്തോട് പറയുക, അവരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവരുടെ ഉള്ളിൽ വസിക്കാൻ പോവുകയാണ്, അവരെൻ്റെ മന്ദിരമായി തീരുന്ന അഡ്വാൻസ് ചെയ്ത് അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല എന്തായി പറയുന്നതെന്ന് ചോദിക്കും, അവരന്തം വിട്ടു പോകും. മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്ന സമയത്താണ് ദൈവം ഓരോരോ വെളിപ്പാടുകൾ പറയുന്നത്. ആ കാലഘട്ടത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരവും പിതാക്കന്മാർ മുഖാന്തരവും ഒക്കെ പറഞ്ഞു വന്ന് കാതലായ കാമ്പുള്ള കാര്യങ്ങൾ പുത്രൻ മുഖാന്തരം അന്ത്യകാലത്താണ് പറയുന്നത്.
അപ്പോൾ അന്ത്യകാലത്ത് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആ ശമരിയക്കാരി സഹോദരിയോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, ദൈവം ആത്മാവാകുന്നു, ആ ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനെ ഒരു ആരാധനയുടെ നാഴിക വന്നുമിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടെയല്ലേ. ഹോരേബി വെച്ച് അങ്ങനെ പറഞ്ഞില്ല. ഹോരേബി വെച്ച് അങ്ങനെ പറഞ്ഞാൽ മോശയും അന്തം വിട്ടുപോകും, താഴെ വന്നത് പറഞ്ഞാൽ യോശുവായും വാവിളിച്ചു പോകും. അവർക്ക് മനസ്സിലാകില്ല, മനസ്സിലാകുന്ന കാലമല്ലാതെ. ദൈവത്തിൻ്റെ പദ്ധതികളുടെ ചുരുളഴിയുന്ന നമ്മൾ നോക്കിയേ. അന്ന് മോശ മുഖാന്തരം സമാഗമന കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞു. ആ സമാഗമന കൂടാരം എന്ന വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മറ്റൊരു ദിവസം ആ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 99.99% പെന്തിക്കോസുകാരും ചിന്തിക്കാത്തതും ശ്രദ്ധിക്കാത്തതും പഠിക്കാത്തതുമായ ഒരു കാര്യമാണ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നല്ല അറ്റൻഷനിലാണെങ്കിൽ, ശ്രദ്ധാപൂർവമാണ് ഇരിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന മർമ്മങ്ങൾ, വെളിപ്പാടുകൾ മനസ്സിലാവും. അതായത് ശമരിയക്കാരി സഹോദരിയോട് സംസാരിക്കുന്നതിന് മുൻപ് മോശയോട് സംസാരിക്കുകയാണ്. കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1400 ചില്ലുവാനും വർഷം മുമ്പ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് മോശയോട് പറഞ്ഞു, ഫറവോയോട് പറഞ്ഞേരെ, എൻ്റെ ജനത്തെ വിട്ടയക്കുക, അവരെന്നെ ആരാധിക്കേണ്ടതുണ്ട്. മരുഭൂമിയിലാണ് ആരാധന നടക്കുന്നത്. അപ്പോൾ ആരാധനയെക്കുറിച്ചൊരു സൂചന അവിടെ മോശയ്ക്ക് കൊടുത്തു. അടുത്തത് പർവ്വതത്തിൽ വെച്ച് മോശയോട് പറയാണ്, ആ ആരാധനയോടുള്ള ബന്ധത്തിലെ ചട്ടങ്ങളും പ്രമാണങ്ങളും കയ്യേറ്റു വാങ്ങിച്ചോളാൻ. ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു ആലയത്തെക്കുറിച്ച്, ഒരു നിവാസത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്. അതാണ് സമാഗമന കൂടാരം. അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിത വൃന്ദത്തെ സജ്ജമാക്കുകയാണ്. അതുപോലെ അവിടുത്തെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട, അവിടുത്തെ നടത്തിപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻസും പ്രിൻ്റഡ് ആയിട്ട് കൈ കൊടുത്തു, പിടിച്ചോളാൻ പറഞ്ഞു. മോശ അതിൻ്റെ കോപ്പിയൊക്കെ കൈയേറ്റു വാങ്ങിയ താഴ്വരയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് എന്തുകൊണ്ട് ഈ ശമരിയക്കാരോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ല? പറഞ്ഞാൽ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയില്ല. അവിടെ ഭാരിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നേ. അവിടെ ചില സൂചനകൾ കൊടുക്കുകയാണ്. ആ സൂചനകൾ പ്രകാരം അവർ സമാഗമന കൂടാരം നിർമ്മിക്കുകയാണ്. നോക്കണം, ഞാൻ പറഞ്ഞു, മെജോറിറ്റി പെന്തക്കോസ്റ്റ് വേൾഡിൽ ഇത് പ്രസംഗിക്കപ്പെടുന്നതല്ല, പഠിപ്പിക്കപ്പെടുന്നതല്ല. ചിലർ കളിയാക്കുന്നതാണ്. ചിലരിതിനെ കളിയാക്കും, ചിലർ ഭയങ്കരമായിട്ട് പുച്ഛിക്കുകയും ചെയ്യും. അവരെ ഓർത്ത് നമുക്ക് സഹതാപേ ഉള്ളൂ. പറഞ്ഞു വന്നാൽ ചെറിയ മണ്ടന്മാരാണ് അവരും അവരുടെ കൂടെയുള്ള പാർട്ടികളുമൊക്കെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നോക്കണം, ശമരിയക്കാരോട് പറയാനുണ്ട്. പിന്നത്തേതിൽ തൻ്റെ ദാസനായ പൗലോസ് മുഖാന്തരം കൊരിന്ത്യരോടൊക്കെ പറയാനുണ്ട്, റോമാക്കാരോട് പറയാനുണ്ട് ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്താണെന്ന് ഓർത്തു നോക്കിയേ. അതൊക്കെ പറയുന്നതിന് മുമ്പ് അവർക്കതിൻ്റെ ഗൗരവം കിട്ടണമെങ്കിൽ ഇവിടെ തുടങ്ങുകയാണ്, കാര്യപരിപാടി തുടങ്ങുകയാണ്. മോശയോട് കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞിട്ട് ഏകദേശം 488 വർഷമേ ഉള്ളൂ ഈ കൂടാരം. ടെമ്പററി എന്ന് നമ്മൾ പറയും. ആ ടെമ്പററി കൂടാരം മോശ ഭയഭക്തി നിമിത്തമാണ് നിർമ്മിച്ചത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെ അളവ് തെറ്റാതെ പണിതു. അളവ് മാത്രമല്ല, പറഞ്ഞ മെറ്റീരിയലുകൾ അങ്ങനെ തന്നെയാണ് അതിന് ഉപയോഗിച്ചത്. കാരണം എന്താ? അത് വരാൻ പോകുന്ന കാര്യപരിപാടിയുടെ നിഴലാണ്. അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഖദിരമരം കൊണ്ടാണ് പണി തുടങ്ങേണ്ടത്. അപ്പോൾ ഖദിരമരത്തിനൊക്കെ പുതിയ നിയമത്തിൽ ആഴമേറിയ അർത്ഥങ്ങളാണ്. അതുപോലെ ഓരോരോ കാര്യങ്ങളും അതിനകത്ത് പൊന്നിൻ്റെ പണിയുണ്ട്, വെള്ളിയുടെ പണിയുണ്ട്, താമ്രത്തിൻ്റെ പണിയുണ്ട്. അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളാണ്. അതൊന്നും അറിയാത്ത ആൾക്കാർ ഡയറക്റ്റ് വന്ന് അവിടെ സ്വർണം കണ്ടു, വെള്ളി കണ്ടു, ചെമ്പ് കണ്ടു എന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പം നമ്മളെന്താ പറഞ്ഞു വന്നത്? ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഞാനിതൊന്നും പറയാനിരുന്നതല്ല കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് മുൻപോട്ട് പോകാനിരുന്നതാണ്. ഓർക്കാപ്പുറത്ത് കയറി വന്നതാണ്. വിഷയം സീരിയസ് ആണ്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ ടെമ്പററിയായ കൂടാരം മോശ അത്ര ഗൗരവത്തിൽ സൂക്ഷ്മമായി നിർമ്മിച്ചെങ്കിൽ ശമരിയക്കാരി സ്ത്രീയോട് എന്താ പറഞ്ഞത്? ദൈവം ആത്മാവാകുന്നു, ആ ആത്മാവായ ദൈവത്തെ ആരാധിക്കേണ്ട വിധം പറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ സൂചനയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിന് ഒരു മന്ദിരം ആവശ്യമാണ്, അവിടെ പുരോഹിതന് ആവശ്യമാണ്. അവിടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് യാഗാർപ്പണത്തിലൂടെയാണ്, അത് ധൂപാർപ്പണത്തിലാണ് അവസാനിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തരികയാണ്. പഴയ നിയമത്തിൽ നടന്ന ആ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ നടക്കാൻ പോവുകയാണ്. സത്യാരാധന വെളിപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ നിഴലെന്നോണം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുടെ ഗൗരവം, അത് വേലയ്ക്ക് വെളിയുള്ള അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേൾവിക്കാർക്ക് മനസ്സിലാകും. ആ ബോധമില്ലെങ്കിൽ ഇതൊന്നും പറയാൻ കഴിയില്ല. ആ ടെമ്പററിയായ നിവാസം, ആ കൂടാരം അത്ര ഗൗരവത്തോടെ മോശ
നിർമ്മിച്ചെങ്കിൽ പുതിയ നിയമ കൂടാരമായ നാം ഓരോരുത്തരും നമ്മെ തന്നെ എത്ര ഭയഭക്തിയിലായിരിക്കണം ഒരുക്കേണ്ടത്, ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, ആ സമർപ്പിതാനുഭവത്തിലേക്ക് വരേണ്ടത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. ചെറിയ കാര്യങ്ങളല്ല. നോക്കണം, പഴയ നിയമ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല ഇത്. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശമരിയാക്കാരിയോട് പറഞ്ഞതും ശമരിയാക്കാരിക്ക് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല. കാരണം അന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ടതിന് ശേഷം കൊരിന്തിൽ ചെന്ന് പൗലോസ് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ സമയത്താണ് ദൈവം പറയുന്നത്. സമയത്തിന് മുമ്പ് ഒരു കാര്യവും പറയില്ല, സമയത്തിന് മുമ്പ് ഒരു കാര്യം ചെയ്യില്ല. അബ്രഹാമിൻ്റെ കാലത്തോ മോശയുടെ കാലത്തോ ദാവീദിൻ്റെ കാലത്തോ അങ്ങനെ ഒരു കാര്യം പറയാൻ ദൈവത്തിന് പ്ലാനും പദ്ധതി ഇല്ലായിരുന്നു. അതെല്ലാം നിഴലായിട്ട് നിൽക്കുകയാണ്, എല്ലാം നിഴലായിട്ട് നിൽക്കുകയാണ്. പൊരുൾ വെളിപ്പെടുകയാണ് മാളിക മുറിയിൽ. അവിടം മുതൽ ഇവിടം വരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലം വരെ നല്ല ബോധ്യത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത്. ഒരു ചഞ്ചലിപ്പുമില്ല, വളരെ കൃത്യതയോടാണ് പറയുന്നത്. പുതിയ നിയമ ക്രിസ്ത്യാനിത്വം ഇങ്ങനെയാണെന്ന്. ഇങ്ങനെ തന്നെയാണ്. പാപത്തിൻ്റെ പടുകുഴി കിടന്ന ഒരുവനെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. അവനെ വിശ്വാസ സ്നാനം വഴി ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് അനുവദിക്കുകയല്ലേ. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് വരുന്ന ആ വ്യക്തി പുതിയ നിയമത്തിൻ്റെ മന്ദിരമായി തീരുകയാണ്. തേജോമനായ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അത്. ആ നിലയിൽ നിരന്തരം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ നല്ല ബോധ്യത്തിലേക്ക് വരുമെന്നേ, നല്ല മിടുമിടുക്കരായിട്ട് മാറും. അതിന് പകരം ചുമ്മാ പാണ്ഡിത്യത്തിൻ്റെ കിറുക്ക് തലയ്ക്ക് പിടിച്ചിട്ട് അങ്ങനെ വാക്യമില്ല ഇങ്ങനെ വാക്യമില്ലെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വാക്യമേ ഞാനീ പറഞ്ഞത്, വാക്യമല്ലേ പറഞ്ഞത്, ആ വാക്യങ്ങളിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്. അവിടെ റിബേക്കയോട് ആഭരണം ധരിച്ചോളാൻ പറഞ്ഞെങ്കിൽ റിബേക്ക ധരിച്ച ആഭരണങ്ങളെല്ലാം എന്താ നിങ്ങളുടെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാത്തത്? റിബേക്ക കാതിൽ കുടുക്കിട്ടിരുന്നു, അതുപോലെ തന്നെ റിബേക്ക മൂക്കുകുത്തിയിരുന്നു. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതൊന്നും എന്താണ് ഹൂസ്റ്റൺ പാസ്റ്റർ ചെയ്തു കൊടുക്കാത്തത്? അതൊക്കെ ചെയ്തു കൊടുത്തിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ താങ്കൾ മിടുമിടുക്കനാന്ന് ഞാൻ പറഞ്ഞേനെ. പെന്തക്കോസിൻ്റെ പൂർവന്മാർക്കും പെന്തക്കോസുകാർക്കും പറ്റിയ മഹാമണ്ടത്തരം, വചനത്തിലില്ലാത്ത കാര്യം അല്ലേ, വചനത്തിലില്ലാത്ത കാര്യം ഫോളോ ചെയ്യുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്ന പലരും. അങ്ങനെയെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് തന്നെയല്ലേ ചെയ്യുന്നത്, മക്കളും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിരുത്തൽ സ്വന്തം കുടുംബത്തിലാണ് കൊണ്ടുവരേണ്ടത്. സ്വന്തം കുടുംബത്തിൽ തിരുത്തൽ കൊണ്ടുവന്നിട്ട് പറയണം, ഞങ്ങളൊക്കെ തിരുത്തി കേട്ടോ, പണ്ട് ആരോ എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങളൊക്കെ അങ്ങ് ഊരിക്കളഞ്ഞു, അത്ര തന്നെ. ഇപ്പോൾ ദൈവം ഞങ്ങളുടെ കണ്ണ് തുറന്നു, ഞങ്ങളൊക്കെ നല്ല യോഗ്യന്മാരായി മിടുമിടുക്കന്മാരായി, ഞങ്ങൾ ഏത് തട്ടാൻ്റെ അടുക്ക് പോകണമെന്ന് പോലും പരിശുദ്ധാത്മാ കൃത്യം പറഞ്ഞു തന്നു എന്നങ്ങ് പറയണം. ഇന്ന തട്ടാൻ്റെ അടുത്ത് പോകണം. രജിസ്റ്റേർഡ് തട്ടാന്മാരുണ്ടല്ലോ, പണിയറിയാൻ മേലാത്തവരും കാണുമായിരിക്കും കേട്ടോ. കേട്ട് കേട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കാത് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റി എന്നോട് പറയരുത്. ചീഞ്ഞ് പഴുത്ത് പുഴുത്തു പോയി എന്നൊന്നും പറയരുത്. അതൊക്കെ റെക്കഗ്നൈസ്ഡ് തട്ടാന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അടുക്ക കൊണ്ടുപോയി വെച്ച് കൊടുത്തേക്കുക, അത്ര തന്നെ. അപ്പം ഞാൻ ഈ പ്രാരംഭ സമയത്ത് പറഞ്ഞ മനസ്സിലായോ? ഇത്തരക്കാരെല്ലാം അവർ പ്രസംഗങ്ങളായി, ഇൻ്റർവ്യൂകളായി, അത്തായി ഇതായി പല കാര്യങ്ങളുമായിട്ടാണ് രംഗത്ത് വരുന്നത്. മോശയുടെ കാലത്ത് തുടങ്ങി, അബ്രഹാമിൻ്റെ കാലത്ത് തുടങ്ങി, അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ. പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അവർ വെളിപ്പാടിൽ സഞ്ചരിക്കുന്നവരാണ്. വെളിപ്പാടിൽ രക്ഷയെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറ്. നോക്കണം, നമ്മൾ ഇതുവരെ സംസാരിച്ചു വന്ന കാര്യങ്ങളെല്ലാം ഒരു പുതിയ നിയമ വീക്ഷണത്തിലാണ് പറഞ്ഞത്. രക്ഷയുമായി കണക്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നാണ് നമ്മൾ ഈ കാര്യം സ്ഥാപിക്കാറ്. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരാറ്. എന്നാൽ പഴയ നിയമത്തിൽ ഇതിനോടനുബന്ധിച്ച് ഒത്തിരി വാക്യങ്ങളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന മറ്റൊരു ദൈവദാസൻ, അദ്ദേഹം ഒരു പഠനവുമായിട്ട് രംഗത്ത് വന്നായിരുന്നു. അദ്ദേഹം ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ തൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് പഴയ നിയമത്തിലുള്ള വാക്യങ്ങളും പുതിയ നിയമത്തിലുള്ള വാക്യങ്ങളും എല്ലാം വെച്ചിട്ട്, അതുപോലെ തന്നെ മറ്റ് ഇതര സമൂഹങ്ങളിൽപ്പെട്ട ആളുകളുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം കോട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനം അദ്ദേഹം പൂർത്തീകരിച്ചത്. അപ്പം അദ്ദേഹത്തെ പിന്നീട് പല ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടു. അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന കാര്യം ഒരളവിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയിലാണ് പുള്ളി കൊണ്ടുപോയി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം വ്യാപകമായി അദ്ദേഹം
ആക്രമിക്കപ്പെട്ടു. സൈബർ ഇടങ്ങളിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെട്ടു. അദ്ദേഹം എന്തോ മഹാപാതകം ചെയ്തു എന്നുള്ള നിലയിൽ. അപ്പം എന്നോട് അതിനെക്കുറിച്ച് ആളുകൾ ചോദിച്ചിരുന്നു, ആ ദൈവദാസൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം എന്ന്. അവരൊക്കെ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യത്തിനും അഭിപ്രായമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചതിന് മറുപടി എന്നോണം പറഞ്ഞത്, അത് 2 ആംഗിളിൽ നിന്നാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. ഒരു ആംഗിളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും മിണ്ടാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത്രയെങ്കിലും പറഞ്ഞില്ലേ? അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. എത്രയോ ലീഡർഷിപ്പിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ വളരെ മുതിർന്ന ദൈവദാസന്മാരുണ്ട്. ആരും മിണ്ടുന്നില്ല, എല്ലാം മൗനമായിട്ടിരിക്കുക. ഭയന്ന് പോയി എല്ലാവരും. സ്വർണ്ണക്കടക്കാരുടെ എല്ലാം പിൻബലം ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ വലിയൊരു സമൂഹം ഇരച്ചു വന്നപ്പോൾ ഇവർ പേടിച്ചു പോയി, വലിയ വലിയ പാസ്റ്റർമാർ. അതുകൊണ്ട് എല്ലാം മിണ്ടാതെയായിപ്പോയി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം തീർത്തങ്ങ് പറഞ്ഞൊന്നുമില്ല എല്ലാ കാര്യങ്ങളും. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും അദ്ദേഹം അതിനോട് താല്പര്യപ്പെടുന്നില്ല, അത് അനിവാര്യമായ കാര്യമല്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഉദ്യമത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. ഇനി അതിന് മറുസൈഡിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടത്? അതൊക്കെ പറയേണ്ടതായിരുന്നല്ലോ എന്ന് എനിക്കൊരു ചിന്ത ഇടയ്ക്ക് വന്നിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, നമ്മളെന്തിനാ വലിയ വലിയ പാസ്റ്റർമാർ പറയുന്നതിനെക്കുറിച്ച് ഒക്കെ അഭിപ്രായം പറയുന്നത്? എങ്കിലും നിങ്ങളോട് എനിക്ക് സംസാരിക്കാമല്ലോ, അതിനൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഒരു വിഷയത്തിൻ്റെ 2 വശങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. അതിൽ ഒരു സൈഡിൽ നിന്നുള്ള ആശയം പങ്കുവെച്ചത്, ഒരു മനുഷ്യൻ മിണ്ടാത്ത സമയത്ത് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് സമയമെടുത്ത് അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തത്. എല്ലാം മുക്കുമൂലെ അരിച്ചു പെറുക്കി അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തെ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഈ രക്ഷയുമായി ബന്ധപ്പെടുത്തിയോ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നുള്ളതോ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും പ്രവർത്തിപ്പിൻ എന്നൊക്കെ പറയുന്ന ആ ടോപ്പിക്കുകളുണ്ടല്ലോ, ആ ലിങ്കുകൾ, അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അതിൻ്റെ ലിങ്കുകൾ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവർക്കാർക്കും കത്തിയിട്ടില്ല. കത്തിയായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനല്ലോ, അതൊന്നും അവർ പറയാറില്ല. അപ്പം അതിൻ്റെ മറുസൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു 50 വർഷത്തിനടുത്ത് ശുശ്രൂഷ മുഖത്തുള്ള ആളാണ്. ഒരു സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് അദ്ദേഹം ഉള്ളത്. അത് തന്നെയല്ല, അദ്ദേഹം ഒരു 10-15 വർഷം ആ സമൂഹത്തിൻ്റെ ഇന്ത്യയിലെ മുഴുവനും തലപ്പത്തിരുന്നയാളാണ്. ഇന്ത്യ മുഴുവനും അതിൻ്റെ ഭരണത്തിൽ അദ്ദേഹം ഇരുന്നയാളാണ്. ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം അങ്ങനത്തെ വലിയ പദവികൾ വഹിച്ച അദ്ദേഹം ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് അദ്ദേഹം സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ കടിച്ചാ പൊട്ടാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ആദ്യമായിട്ടാണ്. അതിൽ എൻ്റെ വിയോജിപ്പ് എന്താണെന്നറിയാവോ? എനിക്ക് അദ്ദേഹത്തെ അറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിച്ചിട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സമൂഹം പാറശാല മുതൽ ഷൊർണൂരിനടുത്ത് ഭാരതപ്പുഴ വരെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അധികാര സീമ എന്ന് പറയുന്നത്. ഭാരതപ്പുഴ വരെ. അപ്പോൾ ഭാരതപ്പുഴയുടെ ഇങ്ങേക്കരയിൽ അവരുടെ ആ ഒരു ഉപദേശം എന്ന് പറയുന്നത്, ഉപദേശം ഇത് ധരിക്കേണ്ട ആവശ്യമില്ല. ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്തൃമേശയിലൊക്കെ ചില ലോക്കൽ പാസ്റ്റർമാർ പങ്കെടുപ്പിക്കില്ല. അതുപോലെ തന്നെ ചില പാസ്റ്റർമാർ സ്നാനപ്പെടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട്. ഷൊർണൂർ വരെ കേട്ടോ, ഷൊർണൂർ വരെ. ഷൊർണൂരിനപ്പുറം കുഴപ്പമില്ല, അത് വേറെ ഒരു ഡിസ്ട്രിക്റ്റാണ് അവരെ സംബന്ധിച്ച്, മലബാർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. അവിടെ നിങ്ങൾക്ക് എന്തും ആകാം. അവിടെ ഇതുപോലൊരു തലവനുണ്ട്, അദ്ദേഹം മോതിരമൊക്കെ ഇട്ട് കല്യാണം നടത്തുന്നയാളാണ്. മുന്നമേ ഒരു മെസ്സേജിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ജെൻസികൾ ഇങ്ങനത്തെ ഒരു ചോദ്യമായിട്ട് വന്നാൽ ഇവർ എന്ത് ചെയ്യുമെന്ന്. കാരണം ഇവരെല്ലാം ഉത്തുംഗ ശൃംഖത്തിലിരിക്കുന്നതുകൊണ്ട് ജെൻസികൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല, ആർക്കും ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ അവനെ ഒരു പിന്തിരിപ്പനായിട്ടോ അവനെ ജഡീകനായിട്ടോ അവനെ വേറെ എന്തെങ്കിലുമായിട്ട് ചാപ്പ കുത്തി വിടും. ന്യായമായൊരു ചോദ്യമല്ലേ? ഷൊർണൂർ വരെ ഒരു ഉപദേശം, ഷൊർണൂരിനപ്പുറം വേറൊരു ഉപദേശം. ഇനി വാളയാർ വരെ ഒരു ഉപദേശം. വാളയാർ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, പാലക്കാടിനടുത്താണ്, കേരളത്തിൻ്റെ ബോർഡറാണ്. ഈ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ വിശാലമായൊരു ഭൂപ്രദേശമാണ്. തമിഴ്നാട് മുതലങ്ങ് പറഞ്ഞാൽ അങ്ങ് കാശ്മീരിലെ ബാരമുള്ളയ്ക്കപ്പുറം ഉറി വരെ പോകും, ഉറി വരെ, അവിടം വരെ വിടാം നമുക്ക്. അത്രയും വിശാലമായി കിടക്കുന്ന ഒരു ഭരണ സ്ഥിരാകേന്ദ്രം അദ്ദേഹത്തിനുണ്ട്. ഈ 50 വർഷത്തെ ശുശ്രൂഷയുടെ ഇടയിൽ, അല്ലെങ്കിൽ ഈ 15 വർഷം, അല്ലെങ്കിൽ ഈ 15-20 വർഷം ഈ മേൽപ്പെട്ട സ്ഥാനത്തിരുന്ന ആ സമയത്ത്, ഇന്ത്യ മുഴുവനും അധികാരമുള്ള സമയത്ത്, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ചെന്നിട്ട് ദൈവവചനത്തിൽ ഇത്ര ആഴമേറിയ കാര്യങ്ങളുണ്ട്. ഹിന്ദി സംസാരിക്കേണ്ടതേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അവിടെയൊക്കെ തർജ്ജമ ചെയ്യാൻ ആളുകൾ ഇഷ്ടം പോലെയല്ലേ. അവരാരെങ്കിലും തർജ്ജമ ചെയ്ത് കൊടുത്തോളും.
ഹിന്ദി സംസാരിക്കുന്ന സഹോദരങ്ങളെ, തെലുഗരെ, കന്നഡക്കാരെ, ഉറിയക്കാരെ എന്ന് വേണ്ട, ബംഗാളികൾ, അങ്ങനെ എത്രയെല്ലാം കൂട്ടങ്ങളാണ് ഇന്ത്യയിൽ, കാശ്മീരികൾ, ഇവിടെയൊക്കെ ചെന്നവർക്ക് സംസാരിക്കാമായിരുന്നല്ലോ. ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോൾ വന്ന് പറയുക. ഗൗരവമായൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തെക്കുറിച്ച് എന്നോട് പലരും ചോദിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ കാര്യമായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. ചില പ്രിയപ്പെട്ടവരോട് മാത്രം ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു അന്ന്. എല്ലാവരോടും ഒന്നും പറയാൻ പോയില്ലെങ്കിലും ചിലരോടൊക്കെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യം ഇപ്പം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുന്നത്. അദ്ദേഹത്തെ പോലെ തന്നെ സീനിയോറിറ്റി ഉള്ള ഒരാളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിനെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം ഈ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾ, വചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല, ആ വിഷയത്തിൻ്റെ ഡെപ്തിലേക്ക് ഇവർ ഇറങ്ങുന്നില്ല, അശേഷം ഇറങ്ങുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുപോയപ്പോൾ പ്രശസ്തനായ ഒരാളുടെ മകൻ, ആ മകന് മൂക്കുത്തിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ വാ വിളിച്ചു പോയി. വളരെ പ്രശസ്തനായ ഒരാളുടെ മകൻ, അവരെല്ലാം ഫാമിലി ആയിട്ട് നിൽക്കുന്നു. ഈ കാതിലൊക്കെ പിള്ളേരൊക്കെ ഇത് ഇട്ടിരിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ മൂക്കിൽ ഈ മുക്കുത്തി പോലത്തെ സാധനം ഇട്ടിരിക്കുക. അപ്പോൾ അത്രയ്ക്കും പ്രശസ്തനായ, പ്രതിപാദനനായ, വലിയ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു കേട്ടോ, ലളിതമായിട്ട് ഉപയോഗിക്കാമെന്ന്. ഈ ലളിതത്തിന് പ്രത്യേക മെഷർമെൻ്റ് ഒന്നും ഇല്ലെന്നേ. അതുകൊണ്ടാണ് മലയാളക്കരയിലെ പെന്തക്കോസ്തിൻ്റെ പിതാക്കന്മാർ ചിന്തിച്ചത്, ഈ ലളിതനെ കൂട്ടുപിടിച്ചാൽ കാര്യം നടക്കില്ല, ഇതിൻ്റെ വസ്തുത ഇങ്ങനെയാണ്, ഇതിങ്ങനെ പോകട്ടെ എന്ന് അവർ ചിന്തിച്ചതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഒരു ചെറിയ കാര്യം അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതറിയാവുന്നതുകൊണ്ടാണ് പൂർവന്മാർ ആ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കാതിരുന്നത്. അപ്പോൾ എനിവേ, ഈ രണ്ടാമത് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം സംസാരിച്ചത് വളരെ അനുഗ്രഹമാണ്, അത് പ്രോത്സാഹജനകമാണ്. അപ്പോൾ തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും, അത് എൻ്റെ ഒരു അവകാശമാണ്. നിങ്ങളാരും അങ്ങനെ പറയണമെന്നില്ല. ഞാൻ മറ്റൊരു ആംഗിളിൽ നിന്ന് എന്താ പറഞ്ഞത്? ഈ കാണായ കാലം അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹത്തെ പോലെ അനേക ദൈവദാസന്മാർ വടക്കേ ഇന്ത്യയിൽ കർത്തൃവേലയിലായിരിപ്പുണ്ട്. അവരൊക്കെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായി അവരുടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്, ധരിപ്പിക്കുന്നുണ്ട്. നല്ല ബോധ്യമുള്ള ധാരാളം വിശ്വാസികൾ വടക്കേ ഇന്ത്യയിലുണ്ട്. ഇവർ വാളയാറിനപ്പുറേ ഉപദേശം പറയുകയോ വാ തുറന്ന് വർത്തമാനം പറയുകയോ ചെയ്യില്ല. അവിടെ എല്ലാം ചെന്ന് ഇവർ ആത്മാവ് എല്ലാം മറിഞ്ഞു വീഴുന്നു, ഉന്തി വീഴ്ത്തുന്നു, തള്ളി വീഴ്ത്തുന്നു. അതല്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട് ആളുകളെ പിടിച്ചിരുത്തി വചനം പഠിപ്പിക്കുന്നില്ല. വചനം പഠിപ്പിച്ച് 1 2 3 4 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവരണം. നിരന്തരമായി പഠിപ്പിക്കണം, കോൺഫറൻസുകൾ വിളിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളെ എല്ലാവരും ധരിപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ വേറെ ഉണ്ടെന്നേ. പലരുടെയും ചിന്ത അങ്ങനെ ആരും ഇല്ലെന്ന. അത് നിങ്ങളുടെ വെറും തോന്നലാണ്. അങ്ങനെ പഠിപ്പിക്കുകയും പറയുകയും ജനത്തെ ആ രീതിയിൽ നടത്തുകയും ചെയ്യുന്ന ദൈവദാസന്മാർ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, എത്രയോ കൂട്ടങ്ങൾ. അപ്പോൾ കേരളത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ വേറൊരു ഉപദേശം, കേരളത്തിൽ വേറൊരു ഉപദേശം. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, പഴയ നിയമത്തിലെ വാക്യങ്ങളൊന്നും എടുത്ത് നമ്മൾ കാര്യമായി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പസ്തോലിക പിതാക്കന്മാർ, പിന്നത്തേതിൽ സഭാപിതാക്കന്മാർ, ഇവരൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഇഗ്നേഷ്യസ് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ക്ലെമന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ വിശുദ്ധ അഗസ്റ്റിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, തെർത്തുല്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. തെർത്തുല്യൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നത്, ജന്മനാ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. പിന്നീട് നമ്മൾ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ പലതും സൈറ്റാനിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന്. ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ തെർത്തുല്യൻ പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ആ കാലഘട്ടത്തിലുള്ള സഭാപിതാക്കന്മാരൊക്കെ ഈ കാര്യത്തിന് വളരെ ഗൗരവം കൊടുത്താണ് പഠിപ്പിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലെ ദൈവസഭകൾക്കെല്ലാം ആ കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്നു. പിന്നീട് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഡിഡാക്കെ തുറന്നു നോക്കേണ്ടതാണ്. ഡിഡാക്കയിൽ എന്താണ് പറയുന്നതെന്ന്, ബൈബിളിന് വെളിയിലുള്ള കാര്യം ഇപ്പോൾ ഞാനീ പറയുന്നത്. ഡിഡാക്കയിൽ എന്താണ് പറയുന്നത്, അതുപോലെ ഹൂദായ കാനോനിൽ എന്താണ് പറയുന്നത്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ എപ്പിസ്കോപ്പൽ സമൂഹങ്ങൾ വളരെ ഗൗരവമായിട്ട് സൂക്ഷിച്ചിരുന്നൊരു കാര്യമാണല്ലോ. അവരതിൽ നിന്നുള്ള അനുശാസനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയിരുന്നവരാണ് ഒരു സമയത്ത്. പിന്നീട് അവരതൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും നമുക്ക് ഇവരൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള അനുവാദം ലഭിക്കുന്നില്ല.
അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ വെച്ചിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞിന്നങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു ചിന്ത. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പോയി ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. എത്തിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ ആളുകൾ വളരെ ശൗര്യത്തോടെ, ദേഷ്യത്തോടെ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. ഇതെല്ലാം മലയാളി പെന്തിക്കോസ്തിൻ്റെ മാത്രം ഒരു കണ്ടുപിടുത്തമാണ്. ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ? ലോകത്തിലെല്ലാവരും ആഭരണം അണിയുന്നവരും അതുപോലെ തങ്ങൾക്ക് ബോധിച്ചതുപോലെയൊക്കെ നടക്കുന്നവരാന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞു വരുന്നത്. അതായത് മലയാളി പെന്തക്കോസ്തുകാർ മാത്രം കണ്ടുപിടിച്ചൊരു കാര്യമാണോ ഇത്? നോക്കണം, മലയാളക്കരയിൽ പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ബ്രദറൻ മൂവ്മെൻ്റ് ഉണ്ട്. അവരുടെ ഇടയിൽ ഈ ആഭരണധാരണവും ആഭരണവർജനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പുറകിലേക്ക് പിന്നെയും നമ്മൾ പോയി കഴിയുമ്പോൾ ഈ ഹോളിനെസ് മൂവ്മെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഹോളിനെസ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ ഹോളിനെസ് മൂവ്മെൻറ്റിനോടൊക്കെയുള്ള ബന്ധത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ആഭരണവർജനം, അതുപോലെ തന്നെ യോഗ്യമായ വസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ടീച്ചിങ്ങുകൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. ടീച്ചിങ്ങുകൾ ഈ ഹോളിനെസ് മൂവ്മെൻറ്റുകളൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടത്ത് അത് അവർ നല്ല ബോധ്യത്തിലാണ് മുന്നോട്ട് വന്നത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു ബോധ്യത്തിൽ നിന്ന് മാറി അതൊക്കെ ചടങ്ങിൻ്റെ ഭാഗമായി തീരും. ഈ അടുത്തിടയ്ക്ക് എന്നോടൊരു വാത്സല്യ സഹോദരി പറയായിരുന്നു, ഈ ഹോളിനെസ് മൂവ്മെൻറ്റൊക്കെയായി ബന്ധപ്പെട്ട ചില ആളുകളെ പരിചയപ്പെട്ടിരുന്നു. ഈ ഹോളിനെസ് മൂവ്മെൻറ്റൊക്കെയായി ബന്ധപ്പെട്ട ചില ആളുകളെ, അതായത് ഈ കാലഘട്ടത്തിലെ ആളുകളെ പരിചയപ്പെട്ടിരുന്നു. അതായത് വിദേശത്ത് താമസിക്കുന്ന വെള്ളക്കാരായ അത്തരക്കാരായ ആളുകളെ കുറിച്ചാണ് എന്നോട് പറഞ്ഞത്. അതായത് അവരിതൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ നീറ്റായിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴെ ഈ കണങ്കാലിൻ്റെ അവിടം വരെ വരുന്ന സ്കേർട്ടൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. കാതിലും കഴുത്തിലൊന്നുമില്ല. പക്ഷേ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സ്വഭാവവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇതെല്ലാം ഒരു ആചാരം എന്നുള്ള നിലയിലാണ് അവർ കൊണ്ടു നടക്കുന്നത്. അവരുടെ അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെയൊരു ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അതുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മലയാളി പെന്തക്കോസ്ത്, അതുപോലെ തന്നെയാണ് മലയാളക്കരയിലുള്ള പെന്തക്കോസ്തിലെ സഹോദരി സഹോദരന്മാരെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 90% പേർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധ്യവുമില്ല. ആരോ പറഞ്ഞു, അവരിതെല്ലാം ഊരിപ്പറിച്ച് കളഞ്ഞു. അതല്ലാതെ നമ്മളൊരു പ്രാദേശിക സഭയിൽ ചെന്നിട്ട് അവിടുത്തെ സഹോദരിമാരെ എല്ലാം വിളിച്ചിട്ട് നിങ്ങളെന്ത് ഈ ആഭരണമൊന്നും ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും കരിവേലകത്തിൻ്റെ ചുവട്ടിൽ അന്ന് കുഴിച്ചിട്ടായിരുന്നെന്ന് പറയും. പിന്നെ പറയും പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന അവിടെ മുതൽ പിന്നെ ഇത് ഉപയോഗിച്ചില്ലെന്നാ പറയും. അത് കഴിഞ്ഞൊക്കെ ഉപയോഗിച്ച ചരിത്രം വേറെ കിടക്കുക. അവിടെ മുതൽ അവർ ഉപയോഗിച്ചില്ലെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അവരിതൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ട്. അതാണ് രസകരമായ കാര്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പങ്കും ശരിയാമണ്ണ ഉത്തരം പറയില്ല. അതിൻ്റെ കാരണം എന്താ? ശുശ്രൂഷകർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തറവായിട്ട് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അവർക്ക് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് സ്നാനപ്പെടുത്തണമെങ്കിൽ ഊരിയേ തീരുവുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഊരണം സഹോദരി, അല്ലാതെ പറ്റില്ലെന്നാണ് പറയുന്നത്. ഊരണം. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരി എന്നോട് പറഞ്ഞേ, അങ്ങ് ബോംബെയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി അവർ നാട്ടിലേക്ക് വന്നു. ബോംബെയിൽ അവർ ഏത് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ചർച്ചിലായിരുന്നോ അതേ ഓർഗനൈസേഷൻ്റെ കീഴിലാണ് കേരളത്തിലേക്ക് വന്നത്. കുറേ വർഷങ്ങളായി ഒരു വിശ്വാസി വന്നിട്ട് ബോംബെയിലെ അവരുടെ ചിട്ടവട്ടങ്ങളനുസരിച്ച് ഇതൊക്കെ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. ഇവർ നേത്രാവതി എക്സ്പ്രസ്സിലായിരിക്കും ചിലപ്പോൾ കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ ഭാരതപ്പുഴ ക്രോസ് ചെയ്തു. അപകടം. ഭാരതപ്പുഴ ക്രോസ് ചെയ്ത് ഇവരുടെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. കൊല്ലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ട്രെയിന് അങ്ങ് കിഴക്കോട്ട് പോകുന്ന കണ്ടു. ആ ട്രെയിനിൽ കയറി. ആ ട്രെയിൻ പോയി പൊന്നൂരിൽ നിന്നു. അങ്ങനെ പോയി ദിവസങ്ങൾ പോയി. ഞായറാഴ്ച വന്നു. സഭായോഗത്തിന് പോകണമല്ലോ. ആ ഓർഗനൈസേഷൻ്റെ കീഴിൽ തന്നെയുള്ള ഓർഗനൈസേഷൻ്റെ ചർച്ചിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ കർത്തൃമേശയുണ്ട്. പാസ്റ്റർ പറഞ്ഞു നടക്കില്ല, ശോശാമ്മേ ഇവിടെ ഈ കേസ് പിടിക്കില്ലെന്ന് പറഞ്ഞു. അവർ അന്തം വിട്ടുപോയില്ലേ? എന്തായി പറയുന്നേ? എത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രഗത്ഭന്മാരായ കേമന്മാരായ ഉപദേശിമാർ ഞങ്ങളിങ്ങനെ വാ തുറക്കുമ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് തന്നതാണല്ലോ. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് വേറെ ലോകമാണെന്ന് പറഞ്ഞു. എങ്ങനെയാ? ഇവിടെ അത് പറ്റില്ല, ഇത് വേറെ ലോകമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മനസ്സ് മടുത്ത് അവർ പിന്നെ നമ്മുടെ കൊട്ടാരക്കരയുള്ള അപ്പോസ്തലൻ്റെ അടുക്കിലേക്ക് എങ്ങാണ്ട് പോയി എന്നാണ് കേൾക്കുന്നത്. കൊട്ടാരക്കര അപ്പോസ്തലനില്ലേ, അപ്പോസ്തലൻ്റെ അടുത്തേക്ക് എങ്ങാണ്ട് പോയിന്ന്. അതായത് ഈ കർത്തൃമേശ കൊടുക്കാൻ വിസമ്മതിച്ച പാസ്റ്റർക്കും
ഈ വന്ന സഹോദരിക്ക് ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ആകെ അറിയാവുന്നത് കരുവേലകത്തിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇത് എന്താ ഏതാന്ന് സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ എവിടെയാണ് പറഞ്ഞു തുടങ്ങിയെന്നറിയാവോ? മലയാളികൾ മാത്രം കണ്ടുപിടിച്ച കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം. പൂർവ്വകാലത്ത് മലയാളികൾ ഇങ്ങനെയൊരു ചിന്തയിലേക്ക് വന്നപ്പോൾ വചനത്തിൻ്റെ എല്ലാ മേഖലകളും തുറന്നൊന്നും കിട്ടിയില്ല അന്ന്. അവരുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യത്തിൽ അവർ അങ്ങനെ ഒരു ചൂട് വെച്ചു. പൂർവന്മാരായ പിതാക്കന്മാർ അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന്, നമ്മൾ സമർപ്പിതരാണ്, ഇതിനകത്ത് ഏച്ചുകെട്ടും പരിപാടിയൊന്നും പാടില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു കാണും, നിശ്ചയമായിട്ടും വന്നു കാണും. അങ്ങനെ പല കാരണങ്ങളാലായിരിക്കാം ആ കാലഘട്ടത്തിൽ. അത് തന്നെയല്ല, സാമ്പത്തികമുള്ളവരും സാമ്പത്തികം ഇല്ലാത്തവരും പലതരക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു യൂണിഫോമായിട്ട് മൊത്തത്തിൽ അങ്ങനെ അങ്ങ് പോകാം, അങ്ങനെയും ചിന്തിച്ച് കാണും. എനിക്കറിയില്ല, അങ്ങനത്തെയും ചിന്തകൾ കാണാം. എനിവേ അങ്ങനെയൊക്കെ അവർ മുൻപോട്ട് വന്ന് കാണും ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇത് പെന്തക്കോസുകാർ കണ്ടുപിടിച്ചതാണെന്ന് പറയുന്നവരോടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ മുമ്പ് ഇങ്ങനെയുള്ള കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് വന്ന സമൂഹങ്ങൾ അതിനു മുമ്പും ഉണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. അമേരിക്കയിലാകട്ടെ യൂറോപ്പിലാകട്ടെ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള എത്രയോ വെള്ളക്കാരുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളും അങ്ങനെയുള്ള കൂട്ടായ്മകളെക്കുറിച്ചും. ആ സായിപ്പും മാതാമിയും ഒന്നും കേരളത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. അവിടെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത ബോധ്യത്തിലാണ് അവർ ആ ഒരു നിലയിൽ മുന്നോട്ട് പോയത്. അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ മെക്കെട്ട് കയറാൻ വരിക. എന്തായി പറയുന്നത്? അങ്ങനെയൊക്കെ കാണുമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ മലയാളികൾക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടക്കാലത്തൊരു TV ചാനൽ വന്നു. അതിൻ്റെ പേര് ഗോഡ് ചാനൽ എന്നാണ്. അത് ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ചാനലായിരുന്നു. ആ ചാനലിലൂടെ കാണിക്കുന്ന മുഴുവനും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ചർച്ചുകളുടെ പ്രോഗ്രാമുകളാണ്. അമേരിക്കയിലും മറ്റിടങ്ങളിലും ഒക്കെയുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടുന്ന ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ്, അച്ചും പുള്ളിയില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത, ഉപദേശമില്ലാത്ത, അതായത് വെറുതെ ഓട്ടവും ചാട്ടവും മാത്രമുള്ള കൂട്ടങ്ങൾ, അത്തരക്കാരുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് അവിടെയെല്ലാം തോന്നുന്നത് പോലെ വസ്ത്രം ധരിച്ചും തോന്നുന്നത് പോലെ ആടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരെയാണ് ഈ ജനം കാണുന്നത്. അപ്പോൾ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക മുഴുവനും ഇങ്ങനെയാണ്, യൂറോപ്പ് മുഴുവനും ഇങ്ങനെയാണ് എന്ന ഒരു ധാരണയിലേക്ക് എത്തിപ്പെടുകയാണ്. അതൊരു ശരിയായ ധാരണയല്ലല്ലോ. ഈ പറയപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളുണ്ടെന്നേ, ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളുണ്ട്. ഇനി ഒരു കാര്യം ഇവിടെ ചേർത്തെന്ന് പറയട്ടെ. അല്ല, എല്ലാത്തിൻ്റെ അളവ് പോലും സായിപ്പിനെയും മദാമേനെയും വെച്ചിട്ടാണോ നമ്മൾ അളക്കുന്നത്? അവരത് ഉപയോഗിക്കുന്നുണ്ട്. അവർ സ്വർഗത്തിൽ പോകുമെന്നാണ് ചോദിക്കുന്നത്. സൗരങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ എന്നെ. അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ സ്വർഗത്തിൽ പോകില്ലെന്ന് ചോദിക്കുന്നത്. ഷെടാപാടെ, ഇതിപ്പോൾ ആരാ സ്വർഗത്തിൽ പോണ കാര്യം പറഞ്ഞേ? സ്വർഗത്തിൽ പോകുന്നതും ആഭരണമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു വാക്ക് നമ്മളിവിടെ ഉപയോഗിച്ചോ? അല്ലെ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, പുറത്തെ കാര്യങ്ങളെല്ലാം ഒന്നും. നമ്മൾ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നേ. സ്വർഗത്തിൽ പോകുന്നതും ആഭരണം ഉപയോഗിക്കുന്നതുമായിട്ട് എന്ത് ബന്ധം? അല്ല, തിരക്കേടില്ല. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, രക്ഷയും ആഭരണമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചിട്ടില്ലേ നമ്മൾ? നിങ്ങൾ എത്ര പവനിട്ട്, നിങ്ങൾ എന്തുമാത്രം ആഭരണം നിങ്ങളുടെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നിന്നാലും രക്ഷയ്ക്ക് ഇതൊന്നും ഒരു തടസ്സമല്ലെന്നേ. നിങ്ങൾ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സ്വർണത്തിൽ മുങ്ങിക്കിടക്കുക എന്ന് വിചാരിച്ചോ, അല്ലെ വെള്ളിയിലോ ചെമ്പിലോ എന്തും ആകട്ടെ, നിങ്ങൾ എങ്ങനെ നിന്നാലും സുവിശേഷം കേൾക്കുമ്പോൾ ആ സുവിശേഷം നിങ്ങളെ തട്ടി ഉണർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. രക്ഷിക്കപ്പെടുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അടുത്തപടി നിങ്ങൾ വിശ്വാസ സ്നാനത്തിന് വരുമ്പോൾ ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിനാൽ വേലയ്ക്ക് വിളിയുള്ള ദൈവദാസന്മാരുടെ അടുക്കല വരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ പറയും, കുഞ്ഞെ നമുക്കൊന്ന് ഇരുന്ന് കണക്കൂട്ടി നോക്കാം, ഇനിയൊരു വിശുദ്ധ ജീവിതമാണ് നയിക്കേണ്ടത്, ക്രിസ്തുവിനെ നീ ധരിക്കാൻ പോവുകയാണ്, നീ ക്രിസ്തുവിനോട് ചേരാൻ പോവുകയാണ്. 1 by 1 ആയിട്ട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കും. അതായത് തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന ആദമിൻ്റെ മകനായിരുന്നു നീ, ഇപ്പോൾ നീ ദൈവകുടുംബത്തിലെ അംഗമായി തീർന്നിരിക്കുകയാണ് വീണ്ടും ജനനത്തിലൂടെ. നീ വിശ്വാസ സ്നാനത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നീ ഇരിക്കുന്ന തീക്കുണ്ടത്തിൻ്റെ മുകളിലാണ്. ഓ മൈ ഗോഡ്, എവിടെയാ? യോബ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക, തീക്കുണ്ടം, ഇതിനടിയിൽ തീക്കുണ്ടമാണ്. ഈ ഭൂമിക്കടിയിൽ എങ്ങനെയാണെന്നാ പറഞ്ഞത്? തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുകയാണ്. അപ്പോൾ തീക്കുണ്ടത്തിന് മുകളിലിരുന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. തീക്കുണ്ടത്തിന് മുകളിലിരിക്കുന്നവൻ അതിലേക്ക് പോകേണ്ടതായിരുന്നു, കൃപയാൽ രക്ഷപ്പെട്ടതാ. ഓ, ആ ഒരു ചുടുനിശ്വാസം ഒന്ന് ഓർത്ത് നോക്കിയേ. പോകേണ്ടതായിരുന്നു, തെറ്റിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോഴോ വാളിന് തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വന്നവനാണ് ഈ സർക്കസ് കളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എനിക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് പിടികിട്ടാത്ത കാര്യം അതൊക്കെയാണ് കേട്ടോ സഹോദരങ്ങളെ. എനിക്കതാ മനസ്സിലാകാത്തത്. ഇതിൻ്റെ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. രക്ഷയുടെ ആഴമൊന്നും ജനം മനസ്സിലാക്കുന്നില്ല. അവരാകെ കണ്ടിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. കത്തോലിക്കയിലും ഓർത്തഡോക്സിൽ നിന്നൊക്കെയാണല്ലോ വന്നവരേറിയ പങ്കും. അന്ന് അവരുടെ വീട്ടിലെ ഭിത്തിയിൽ ഏതോ ഒരു പടം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിനകത്തൊരു മനുഷ്യൻ്റെ രൂപം തൂങ്ങിക്കിടപ്പുണ്ട്. 2-3 ആണിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അവരത്രേ കണ്ടിട്ടുള്ളൂ. 3 ആണിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു പടം. അത് ഓർമ്മയിലുണ്ട്. അതാണോ ക്രൂശീകരണം എന്ന് പറയുന്നത്? അതിൻ്റെ ആഴം കേൾക്കണം, പഠിക്കണം. ക്രൂശിൽ 3 ആണിയിൽ തൂങ്ങിയത് മാത്രമല്ല, അതിലപ്പുറമാണ് കൊടുത്ത വില, അനുഭവിച്ച പങ്കപ്പാടുകൾ, അവനവൻ്റെ പ്രാണനിലും ശരീരത്തിലും ഒക്കെ അനുഭവിച്ചത് അക്കമിട്ട് നിരത്തി പറഞ്ഞു കേൾപ്പിക്കണം. അപ്പോഴാണ് എല്ലാ സുന്ദരന്മാരും സുന്ദരിമാരും ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്നത്. അതൊന്നും അറിയാതെ ചുമ്മാ ഒരു പടം കാണിച്ചിട്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു കേട്ടോ എന്നൊക്കെ തട്ടിമുട്ടി പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ലെന്നേ. കാര്യം നടക്കില്ല. ഉഴുതുമറിക്കണം. സുവിശേഷം എന്ന കലപ്പ കൊണ്ട് എല്ലാ വമ്പന്മാരുടെ ഹൃദയം ഉഴുതുമറിക്കണം. ഉഴുതുമറിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. യെസ്, പറഞ്ഞത് എന്താ? എല്ലാത്തിനും സായിപ്പിനെ മാനദണ്ഡമായിട്ട് വെക്കല്ലേന്നേ. സ്വർഗത്തിലെ ദൈവം സായിപ്പിനെയോ മദാമേനെയോ ഒന്നും മാനദണ്ഡമായിട്ട് വെച്ചിട്ടില്ല. ഇതുപയോഗിക്കുന്നവർ സ്വർഗത്തിൽ പോകില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേറെ സബ്ജക്റ്റാന്നേ. ഇതൊക്കെ വേറെ സബ്ജക്റ്റാ. സ്വർഗം എന്നുള്ളതുകൊണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം പോലെയാണോ സ്വർഗം എന്നുള്ളതുകൊണ്ട് ചിന്തിക്കുന്നത്? അതായത് മെജോറിറ്റി പെന്തിക്കോസും സ്വർഗത്തിൽ പോകുക എന്നുള്ളൊരു വാക്ക ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ സാധാരണ അത് പറയാറുമില്ല. അങ്ങനെ പറഞ്ഞാൽ വളർച്ചയുണ്ടാകില്ല. സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. അതേസമയം നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവൻ ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വന്ന വ്യക്തി കാഹളം ധ്വനിച്ച് അവൻ പുതിയ ഭൂമിയിലെത്തുകയാണ്. രക്ഷാനിർണയം പ്രാപിച്ച എല്ലാവരും, എല്ലാ യുഗങ്ങളിൽ നിന്നുള്ളവർ, മനസാക്ഷി യുഗക്കാരാകട്ടെ, ന്യായപ്രമാണ യുഗക്കാരാകട്ടെ, നമ്മൾ വസിക്കുന്ന ഈ സഭായുഗക്കാരാകട്ടെ, ഇതിന് ശേഷം ചില കാര്യങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ വീണ്ടെടുപ്പിൻ പ്രക്രിയയിലുള്ളവരെല്ലാം പുതിയ ഭൂമി വരും. അങ്ങനെ പുതിയ ഭൂമി വരുന്നവരിൽ നിന്ന് ജയാളികളുടെ സംഘം പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കും. അപ്പോൾ രക്ഷാനിർണയം പ്രാപിച്ച് ആ രക്ഷയിൽ ഉറച്ചു നിൽക്കുന്നവർ പുതിയ ഭൂമിയിലേക്ക് വരികയാണ്. പഴയ ഭൂമിയും പഴയ ആകാശവും മാറിപ്പോയി. തൽസ്ഥാനത്തേക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശത്തെയും നമ്മൾ കാണുകയാണ്. അങ്ങനെ ആ പുതിയ ഭൂമിയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. പഠിക്കണം അതെന്തൊക്കെയാന്ന്. പഠിക്കണം. ആ വിഷയത്തിൻ്റെ ആഴം എന്തെന്ന് പഠിക്കണം. അടുത്തത് എന്താ കാണുന്നത്? മണവാളന് വേണ്ടി അലങ്കരിച്ച് ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ പോലെ വിശുദ്ധ നഗരം ഇറങ്ങി വരികയാണ്. പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം. എത്ര ചർച്ചിൽ പുതിയ യെരൂശലേമിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട്. എത്ര ചർച്ചിൽ ഇതൊക്കെ പാടുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകളാണ് ഓടിക്കതച്ച് വന്നിട്ട് പറയുന്നത് ഒരു ചെറിയ കമ്മലിട്ടാ ദൈവത്തിന് കോപം വരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. നീ ചെറുതാക്കണേ എന്തിനാ നീ വലുതിടുന്നേ? ആരെങ്കിലും പറഞ്ഞോ ചെറുതാക്കാൻ? ചെറിയ മലയിട്ടാൽ പോരെ എന്നൊക്കെ അയക്കുന്നത്. ചെറുതൊന്നും ആക്കണ്ട, വലുതിട്ടോ. അതൊന്നുമല്ല ഇപ്പോൾ പറഞ്ഞത്. സായിപ്പിനെയും മദാമേനെയും മുൻനിർത്തിയിട്ടല്ല വിശുദ്ധ ബൈബിളിലെ ഉപദേശം സ്ഥാപിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം നിങ്ങളെല്ലാം അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ള വാക്യത്തെ എതിർക്കുന്നവരിവിടെ ആരും ഇരിപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും അതിനെ അംഗീകരിക്കുന്നവരായിരിക്കും. ആ വചനത്തെ തള്ളിക്കളയോ? തള്ളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അംഗീകരിക്കും. എന്നാൽ വിശുദ്ധ ബൈബിളിലെ മറ്റൊരു വാക്യം നിങ്ങളുടെ മുമ്പായി ഞാൻ കേൾപ്പിക്കാം. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൽ ആ വാക്യം, അതായത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ എന്നാണ് നമ്മുടെ മലയാളത്തിൽ. ശരിക്കും പറയേണ്ടത് ഭാര്യ ഭർത്താവിനും വിധേയപ്പെട്ടിരിക്കണമെന്നാണ്. വിധേയപ്പെടണമെന്ന് എന്നുവെച്ചാൽ അച്ചടക്കത്തിൽ കീഴടങ്ങുക എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. സ്നേഹത്തിൽ കീഴടങ്ങുക. കീഴടക്കുകയല്ല, സ്നേഹത്തിൽ കീഴടങ്ങുക എന്നുള്ളതാണ്. ബൈബിളിലെ ആ വാക്യത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന എത്ര സായിപ്പും മദാമയും ലോകത്തുണ്ട്. അമേരിക്കയിൽ, യൂറോപ്പിന് വെളിയിലുള്ള വെള്ളക്കാർ താമസിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഇടങ്ങളിൽ ആ വാക്യത്തെ അംഗീകരിക്കുകയും അത് ദൈവവചനത്തിൻ്റെ ഭാഗമാണെന്ന് ചുരുക്കം ചില സായിപ്പും മദാമയല്ലേ അത് അംഗീകരിക്കുന്നുള്ളൂ. ആരാലും അറിയപ്പെടാത്ത ചുരുക്കം ചില കൂട്ടായ്മകളും അവരും അംഗീകരിക്കും ആ വാക്യം ബൈബിളിൻ്റെ വാക്യമാണ്. ആ വാക്യം കുറിവാക്യമായിട്ടെടുത്ത് പ്രസംഗിക്കാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും പാസ്റ്റർമാർ അമേരിക്കയിലോ യൂറോപ്പിലോ ഉണ്ടോ? അവരാരും ആ വാക്യം
അവിടെ ഒത്തിരി അച്ചായന്മാരുണ്ടല്ലോ, ഇവരാരും അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായ നിലയിലാണ് അവരുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ബൈബിളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യമില്ലേ? നിശ്ചയമായും ഉണ്ട്. സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ദൈവം ആദരിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ നിലയിലുള്ള കാര്യങ്ങളാണ് കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. പുരുഷൻ ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നിൽക്കുമ്പോൾ സ്ത്രീ സഭയുടെ നിഴലായിട്ട് നിൽക്കുകയാണ്. രണ്ടും മഹനീയമായ പദവിയല്ലേ, ആദരവല്ലേ അത്? ഈ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നു. കാഹളം ധരിച്ച് ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ദൂതതുല്യരായി മാറുകയാണ്. അവിടെ ആണും പെണ്ണും ഒന്നുമില്ല, എല്ലാം പുത്രന്മാരാണ്, പുത്രിമാരല്ല, എല്ലാം പുത്രന്മാരാണ്. സഹോദരിമാരും സഹോദരന്മാരെല്ലാം പുത്രന്മാരെന്നുള്ള നിലയിലാണ് പിന്നെ വിളിക്കപ്പെടുന്നത് രണ്ട് കൂട്ടരെയും. അതായത് ഈ രണ്ട് കൂട്ടർക്കും പുതിയ യെരൂശലേമിൻ്റെ അംശി ഓഹരിക്കാരും ആകാം. ഈ രണ്ട് കൂട്ടർക്കും കുഞ്ഞാടിൻ്റെ കാന്തയായി തീരാം. അതായത് സ്ത്രീക്കും പുരുഷനും കുഞ്ഞാടിൻ്റെ കാന്തയായി തീരാം. ഇപ്പം ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞെന്താണെന്നറിയാവോ? വല്ലാത്തൊരു കാലമാണ്. ദൈവത്തെയൊക്കെ ആൾക്കാർ ചീത്ത വിളിക്കുക. അപ്പോൾ ദൈവം ഗുണ്ടയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ചോദിച്ചിരിക്കുക, ഒരു പെന്തക്കോസുകാരൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പഴയ നിയമത്തിലെ ദൈവം ഒരു ഗുണ്ടയാന്നൊക്കെയാ. ഭയങ്കരം തന്നെ. പഠിപ്പിച്ച് അവിടെ എല്ലാവരെയും തല്ലുന്നു, തിന്നുന്നു, കൊല്ലുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ ധാരണ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ചിലതൊക്കെ പൂരിപ്പിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം കേട്ട ആൾക്കാർ കുഴപ്പമുണ്ടാക്കും. സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമില്ല ബൈബിളിൽ നിന്നൊക്കെ വേണേൽ പറഞ്ഞു കളയും. അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. സ്ത്രീക്കും പുരുഷനും ഈ പറഞ്ഞ പ്രാധാന്യമുണ്ട്, ആദരവുണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും രണ്ട് കൂട്ടർക്കും വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഒരു പഠനത്തിന് വേണ്ടിയാണ് രണ്ട് കൂട്ടരെയും രണ്ട് രീതിയിൽ നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എഫേസ് ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും അതുപോലെ മറ്റിടങ്ങളിലും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്ത്രീയുടെ ആ ഒരു നില എങ്ങനെയാണ്, പുരുഷൻ്റെ നില എങ്ങനെയാണെന്ന്. അത് അമേരിക്കയിൽ പ്രസംഗിക്കാൻ പറ്റുമെന്ന് അമേരിക്കയിൽ ഇരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കാം, അമേരിക്കയിൽ വന്ന് അത് പ്രസംഗിക്കാൻ പറ്റുമെന്ന്. ഇപ്പം ഞാൻ അമേരിക്ക വന്ന് അത് പ്രസംഗിക്കുകയാണെങ്കിൽ എപ്പോൾ അരിയുണ്ട തിന്നു എന്ന് ചോദിച്ചാൽ മതി. അവിടെ അരിയുണ്ടയാണോ ഗോതമ്പുണ്ടയാണോ ആർക്കറിയാം? കാരണം അവരുടെ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമാണത്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി സായിപ്പും മാതാമിയൊന്നും ഈ വാക്യമൊന്നും അംഗീകരിക്കുന്ന പോലുമില്ല. അവർക്കത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. നടപടിയില്ലാത്ത കാര്യമാണത്. ഇപ്പം ഞാനീ പറഞ്ഞ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഭാര്യാഭർത്തൃ ബന്ധത്തോടൊക്കെയുള്ള ബന്ധത്തിലെ ഇത്തരം വചനങ്ങൾ അതിനെ അംഗീകരിക്കുന്ന ദൈവദാസന്മാരും അതുപോലെ ദൈവജനവും അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ട്, ഇല്ലെന്നല്ല. റയറായിരിക്കും, റയർ. അവരൊന്നും ആരാലും അറിയപ്പെടാത്ത മനുഷ്യരായിരിക്കും. അവരുടെ കൂട്ടായ്മകളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ടെന്നുള്ളതൊന്നും പബ്ലിക്കിൽ ആരും അറിയില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെട്ട അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ അത്. അപ്പോൾ ഒരു പാസ്റ്റർ പരസ്യമായിട്ട് പ്രസംഗിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ആ പ്രസംഗം വരിക എന്ന് വിചാരിച്ചോ, ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം, വിശുദ്ധ ബൈബിൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫെമിനിസ്റ്റ് ആൻറ്റിമാരെല്ലാം കൂടെ ചാടി വീഴും. കോടതിയായി, കേസായി, ബുക്കാറായി, കച്ചേരിയായി പുള്ളിനെ ഈ പറഞ്ഞ കാര്യം തീറ്റിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പൊല്ലാപ്പിനൊന്നും ഒരു സായിപ്പും പോകില്ല, മദാമ്മയും പോകില്ല. അവരിതൊന്നും അംഗീകരിക്കുന്നില്ലെന്നേ, അവരൊന്നും ഇതിന് ഗൗരവം കൊടുക്കുന്നില്ല. അത് ശരിക്കും വീണ്ടും ജനനാനുഭവത്തിലുള്ള ദൈവത്തെ ഭയമുള്ള, അങ്ങനെ അവിടങ്ങളിലൊക്കെ ദൈവഭയത്തിൽ ജീവിക്കുന്ന ഫോറിനേഴ്സ്, അതായത് വെള്ളക്കാരുണ്ട്, അവരിതൊക്കെ അംഗീകരിക്കും. അല്ലാതെ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന ഈ മെജോറിറ്റി പാസ്റ്റേഴ്സൊന്നും ഇതൊന്നും അംഗീകരിക്കില്ല. ടെലിവിഷനിലും മറ്റ് മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ചുട്ട കോഴീനെ പറപ്പിക്കുന്ന പോലെ കിടന്ന് സർക്കസ് കളിക്കുന്നവരൊക്കെ, അവരൊന്നും ഈ വാക്യം അംഗീകരിക്കുന്നില്ലെന്നേ. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വടി കൊണ്ട് അടിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഏത് വെള്ളക്കാരനത് അംഗീകരിക്കും? ഏത് മദാമ്മി അത് അംഗീകരിക്കും? ആ വാക്യമൊന്നും ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള അവർക്ക് റോമാലേഖനം 12-ന്റെ 1-2 വാക്യം തിരസ്കരിക്കാനാണോ ബുദ്ധിമുട്ട്? നവീന ചിന്താഗതിക്കാരായ മലയാളി പെന്തിക്കോസിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. നവീന ചിന്താഗതിക്കാരായ ഇന്നത്തെ മലയാളി പെന്തിക്കോസിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അവരിങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. സായിപ്പിനെ സംബന്ധിച്ച്, മദാമ്മിയെ സംബന്ധിച്ച് 2-3 വാക്യങ്ങളൊന്നും അംഗീകരിക്കാതെ, അല്ലെ ആ വാക്യങ്ങളൊന്നും ഉൾക്കൊള്ളാതിരിക്കുന്നു എന്ന് കരുതി അമേരിക്കയിൽ സൂര്യൻ ഉദിക്കാതിരിക്കുന്നില്ല. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണമെന്നുള്ള വാക്യം അംഗീകരിച്ചില്ല എന്ന് കരുതി സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? അതെല്ലാം നടക്കുമെന്നേ, അതിനകത്തൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തിനും ഏതിനും സായിപ്പിനെ പറഞ്ഞുകൊണ്ട് വരരുത് ദൈവത്തെ ഓർത്ത്.
സായിപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. കൂട്ടത്തിൽ ഈ കാര്യങ്ങളും സായിപ്പിന് വെളിപ്പെട്ടിട്ടില്ല. നന്നായിട്ട് കേൾക്കണം. സായിപ്പിന് ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്നേ. മനസ്സിലായ സായിപ്പുമാരുണ്ട്, റയറായിട്ട്, അപൂർവമായിട്ടേ മനസ്സിലായിട്ടുള്ളൂ. നല്ല ഭംഗിനും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ടീച്ചിങ് അവരുടെ മുമ്പിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ മലയാളികൾ മാത്രമാണോ സ്വർഗത്തിൽ നിന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. ഈ ആഴമേറിയ വെളിപ്പാട് മലയാളക്കരയിൽ സ്വർഗത്തിലെ ദൈവം തുറന്നു. വെള്ളക്കാരായവരാണ് ഇവിടെ സുവിശേഷം കൊണ്ടുവന്നത്. അവർ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, വിശ്വാസത്താലുള്ള നീതീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ പിതാക്കന്മാരെ നടത്തി. എന്നാൽ ആ പിതാക്കന്മാർക്ക് ദൈവം ആഴമേറിയ വെളിപ്പാടുകൾ കൊടുത്തു. അവർ സമർപ്പിതരായിരുന്നു, അവർ ത്യാഗ മനസ്സുള്ളവരായിരുന്നു, വചനത്തിനു വേണ്ടി നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവരായിരുന്നു. അവർക്ക് ഈ വെളിപ്പാടുകളും ബോധ്യങ്ങളും കൊടുത്തു. അപ്പോൾ ഒരു ചോദ്യം വരാം, അതിനെ കേരളത്തിലുള്ളവർക്ക് മാത്രമാണോ ദൈവം ഇങ്ങനെ ഒരു വെളിപ്പാട് കൊടുക്കുള്ളൂ, ലോകത്തെങ്ങും കൊടുക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, ലോകത്തൊക്കെ അവിടങ്ങളിൽ കൊടുത്തിട്ടുണ്ടെന്നേ. പക്ഷെ അതിശക്തമായ നിലയിൽ മലയാളക്കരയിൽ കൊടുത്തു. അത് പ്രയോജനപ്പെടുത്താൻ മലയാളക്കരയ്ക്ക് കഴിഞ്ഞില്ല. ചേർത്ത് വെച്ച് പറയാം, ബ്രദറൻ മൂവ്മെന്റ് ആരംഭിച്ച അയർലൻഡിൽ ആരംഭിച്ച് അത് ഇംഗ്ലണ്ടിലേക്ക് പ്രവേശിച്ചു. പ്ലിമത്തിലാണ് അതിൻ്റെ വിസ്ഫോടനം നടന്നത്. ഇംഗ്ലണ്ടിലെ പ്ലിമത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്രദറൻ മൂവ്മെൻറ്റിൻ്റെ ശക്തിയേറിയൊരു വ്യാപനം ഉണ്ടായത്. അപ്പം അയർലൻഡിൽ ആരംഭിച്ച് ഇംഗ്ലണ്ടിലേക്ക് പ്രവേശിച്ച് പിന്നീട് അത് ലോകം മുഴുവനും വ്യാപിക്കുകയാണ് ചെയ്തത്. ലോകം മുഴുവനും വ്യാപിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് അത് വളരെ മോശമായിപ്പോയി. ദൈവം അയർലൻഡിൽ മാത്രം അങ്ങനെ ഒരു ചിന്ത കൊടുത്തത് ശരിയായില്ല, അത് കുമ്പനാടും കൊടുക്കണമായിരുന്നു. അവർക്കൊക്കെ കിട്ടിയിട്ട് 6 മാസം കഴിഞ്ഞാണല്ലോ ഇവിടെ കിട്ടിയെന്നൊക്കെ നമ്മൾ പരാതി പറയാൻ പറ്റുമോ? ദൈവം ചില വ്യക്തികളെ തട്ടി ഉണർത്തും, ചില ഭാഗങ്ങളിൽ ഉണർവഹിക്കും. അത് ലോകവ്യാപകമായിട്ട് കടന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ ടെപ്പോക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉണർവ് ആരംഭിച്ചു. പിന്നീട് ലോസ് ആഞ്ചലസിൽ ഉണർവ് ആരംഭിച്ചു. അതൊക്കെയാണ് പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ അടിത്തറയായിട്ട് വന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിക്കാൻ പാടില്ലായിരുന്നു, അല്ല അത് ദുബായിൽ ആരംഭിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്ത് വർത്തമാനോ ഇതൊക്കെ. അവിടെ ആരംഭിച്ചിട്ട് അത് കത്തിപ്പടരുകയാണെന്നേ, ലോകം മുഴുവനും കത്തിപ്പടരുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ആഴമേറിയ വെളിപ്പാട്. ഒരാൾക്കും മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ കഴിഞ്ഞ 15 ആഴ്ച നമ്മൾ സ്ഥാപിച്ചു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു ഡോക്ടറും കമ്പൗണ്ടറും വന്ന് നമ്മളോട് പറയില്ല ഇതൊന്നും, അതങ്ങനെയല്ലെന്ന്. അതുപോലെ വചനം വെച്ച് തെളിയിച്ചിട്ടുണ്ട് ഇത്രയും ദിവസങ്ങളിൽ. മലയാളക്കരയിൽ സ്വർഗത്തിലെ ദൈവം ഈ വെളിപ്പാടുകൾ അതിൻ്റെ ആഴം കൊടുത്തു. അത് ലോകം മുഴുവനും കത്തിക്കേണ്ടവരായിരുന്നു മലയാളക്കരയിലെ പൂർവന്മാരായ ശുശ്രൂഷകർ. അവർക്ക് പറ്റിയ അബദ്ധം എന്താ? അവരിറങ്ങി തിരിച്ച കാലത്ത് അനേക ഘട്ടങ്ങളൊക്കെ സഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് പോകാനുള്ളൊരു കോള് വന്നത്. 70-കൾ 80-കളിൽ അമേരിക്കയിലേക്ക് കടക്കാനുള്ള വഴി തുറന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു. അതല്ലാതെ ഇവരറിഞ്ഞ സത്യങ്ങൾ അമേരിക്കയിൽ ഒരു വെള്ളക്കാരനെ പോലും പഠിപ്പിക്കാനായിട്ട് ഇവിടുന്ന് പോയ ആർക്കും പറ്റിയോ? വെള്ളക്കാരെ പഠിപ്പിക്കുന്ന അപൂർവം ദൈവദാസന്മാരുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാപകമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളറിഞ്ഞ ഈ ആഴമേറിയ സത്യങ്ങൾ നമുക്ക് ശരിയാവണ്ണം ബോധ്യം വന്നില്ല. അതാ സത്യം. ആഴമേറിയ സത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആഴമേറിയ സത്യത്തെക്കാൾ അപ്പുറമായി ചിന്തിച്ചത് നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മളിതാ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയിരിക്കുന്നു. നുള്ളി നോക്കി, ഭയങ്കരം തന്നെ. തിരുവിതാംകൂറിൽ അതിലെ തേരാപ്പാര നടന്ന നമ്മെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പഴയ കാലത്തുനിന്ന് 7 കടലിനക്കരെ കൊണ്ടുവന്ന് അനുഗ്രഹിച്ചൊരു ദൈവം എന്നിട്ട് തട്ടിവിട്ടു. ഈ പുസ്തകം ചുമന്നവനെ ദൈവം ചുമന്ന് അമേരിക്കയിൽ എത്തിച്ചെന്ന്. നിന്നെ അമേരിക്കയെ കൊണ്ടുപോയത് എന്തിനാ? സായിപ്പിനെയും കൂടെ പഠിപ്പിക്കാനായിരുന്നേ. അതിനുള്ളൊരു അഭിഷേകം അതിൻ്റെ മേൽ പകർന്നത്. സായിപ്പിൻ്റെ $2 കണ്ട് മയക്കം പെട്ടി വീണു. സായിപ്പിൻ്റെ $2 കണ്ട് മതി മറന്നുപോയി. അത്ര തന്നെ. രക്ഷ, സ്നാനം, വിശുദ്ധ ജീവിതം, മുൻപോട്ടുള്ള പ്രയാണം, ഇതെല്ലാം എത്ര ആഴമേറിയ കാര്യങ്ങളാണ്. സായിപ്പിന് മനസ്സിലാകാത്ത കാര്യങ്ങളല്ലേ നമ്മളിവിടെ ഇരുന്ന് പറയുന്നത്. ഏത് സായിപ്പിന് അതൊക്കെ മനസ്സിലായിട്ടുള്ളത്? എത്രയോ ആഴമേറിയ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ അവിടെ സ്ഥാപിക്കണമായിരുന്നു പോയവർ ആ കാലത്ത്. ഞാൻ അവരെ കുറ്റം പറയല്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ പുള്ളി അവരെയും കുറ്റം പറയുകയാണോ എന്ന്. ഒരിക്കലും അല്ല. ഞാനൊരു സങ്കടം പറഞ്ഞതാ.
എന്താ പറയുക, നിരാശയിൽ അധിഷ്ഠിതമായ സങ്കടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആഴമേറിയ ബോധ്യങ്ങൾ ലഭിച്ചിട്ട് ആ ബോധ്യങ്ങൾ അവിടെ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതായത് അമേരിക്കയിലുണ്ടായ ഉണർവിൽ നിന്നാണ് ചില വെള്ളക്കാർ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അതായത് ഒരു ബ്രദറൻ മിഷണറി ആയിരുന്ന ജോർജ് ബർജസ്, ബ്രദറൻ കൺവെൻഷന് വേണ്ടി അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നു, കൊട്ടാരക്കരയിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പലയിടത്തും. പിന്നീട് അദ്ദേഹം വീണ്ടും മടങ്ങി വന്ന് അതുപോലെ തന്നെ ബ്രദറൻ കൺവെൻഷനിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്യഭാഷയിൽ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ മലയാളക്കരയിൽ ആദ്യമായി അന്യഭാഷയിൽ സംസാരിച്ച ആൾ ആരെന്ന് ചോദിച്ചാൽ ജോർജ് ബർജസിനെ വേണേൽ നമുക്ക് പറയാം. അദ്ദേഹത്തിലൂടെയാണ് തൃക്കണമംഗൽ വെച്ച് ആ കൺവെൻഷനിൽ ഒരു പെന്തക്കോസ്തിൻ്റെ ഒരു വിത്ത് പാകിയെന്ന് പറയാം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ തോമസ് ബാരറ്റ്, അതുപോലെ റോബർട്ട് എഫ് കുക്ക്, നമ്മുടെ കുക്ക് സാഹിബ്, ഇവരൊക്കെ അവരറിഞ്ഞ ആ സത്യവുമായിട്ട് നമ്മുടെ ദേശത്ത് വന്നു. വിശ്വാസത്താലുള്ള നീതീകരണം, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, അതിങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടത്, അതല്ലാതെ പ്രവൃത്തിയാലല്ല, മാമോദീസായാലല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് നമ്മെ രക്ഷാസന്ദേശം അറിയിച്ചു. അവരറിഞ്ഞ സത്യം നമ്മെ അറിയിച്ചു. പിന്നീട് നമ്മുടെ ആളുകൾക്ക് അതിൻ്റെ ആഴമേറിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തല്ലോ. ആ കൊടുത്ത കാര്യങ്ങളുമായിട്ട് തിരിച്ച് യൂറോപ്പിലും അമേരിക്കയിലും പോയി ആ നിലയിൽ പറഞ്ഞു കൊടുത്തോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. തിരിച്ച് അവിടെ ചെന്നപ്പോൾ സാഹിബിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞു, അത്ര തന്നെ. എന്നിട്ട് നമ്മുടെ ആളുകൾ എന്താ പറയുന്നത്, സാഹിബും മദാമയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ പോകുന്നൊക്കെയാ. സ്വർഗത്തിൽ പോകുന്ന കാര്യം ആരാന്നേ പറഞ്ഞേ? സ്വർഗത്തിൽ പോകുന്ന കാര്യമാണോ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങണം. വിശ്വാസ സ്നാനത്തിന് വരുന്ന ക്രിസ്തുവിനെ ധരിക്കുകയാണ്, അവൻ ക്രിസ്തുവിൽ മറയുകയാണ്. അതാണ് അതിൻ്റെ ആത്മീയമായ പശ്ചാത്തലം. അവൻ ക്രിസ്തുവിൽ മറയുകയാണ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. പിന്നെ നീ എന്തിനാ ജോയി ആലുക്കാസിൻ്റെ മുമ്പിൽ പോയി തച്ചിന് ക്യൂ നിൽക്കുന്നേ? ക്രിസ്തുവിനെ ധരിച്ചവൻ പിന്നെ വേറെ എന്ത് ധരിക്കാനാണ് നീ പോകുന്നത്? ഇതെല്ലാം ധരിച്ചിരുന്ന ആളാ ഞാൻ. എന്നെ ആരും തോക്ക് ചൂണ്ടി ഇതൊന്നും ഊരി മാറ്റാനൊന്നും പറഞ്ഞതല്ല. എനിക്കൊരു ചിന്ത വന്നു, ഞാൻ ആ ചിന്തയിൽ അന്ന് ഒഴിവാക്കി. ഇതിൻ്റെ ആഴമൊന്നും അറിഞ്ഞിട്ടല്ല, ഇത്രയും ഗൗരവമുണ്ട് ഇത്രയും ആഴമുണ്ടെന്നൊന്നും അറിഞ്ഞ് ഒഴിവാക്കിയ ആളല്ല. ഒരു മിനിമം ബോധ്യത്തിൽ അന്നങ്ങ് ഒഴിവാക്കിയതാണ്, മിനിമം ബോധ്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ ആഴങ്ങൾ പഠിച്ചിട്ടുള്ള, അങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ടുള്ള ആളുകൾ അവർ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമായിരുന്നു, സായിപ്പിനെ ടീച്ച് ചെയ്യണമായിരുന്നു. മിസ്റ്റർ സായിപ്പ്, ഇതിങ്ങനെയാണ് കാര്യങ്ങൾ, വചനം ഇങ്ങനെ പറയുന്നു, ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. 5-6 പെണ്ണ് കെട്ടാൻ പറ്റില്ല. 4-5 പെണ്ണും കെട്ടിയിട്ട് കർത്തൃമേശ എന്ന് പറഞ്ഞ് വാ തുറന്നു കഴിഞ്ഞാൽ അതൊന്നും കൊടുക്കാൻ പാടില്ലെന്നേ. അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റത്തില്ല. സാഹിബിന് തോന്നിയതുപോലെ നടന്നിട്ട് സ്വർഗത്തിൽ പോകുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലാണോ ഇരിക്കുന്നത്? ഈ ചോദ്യമൊക്കെ നമ്മളോട് എന്തിനാന്നേ ചോദിക്കുന്നത്? പുസ്തകം പറയുന്നത് എന്താ? വിശുദ്ധ ജീവിതം നയിക്കണമെന്നല്ലേ? തോന്നിവാസം നടക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? പിന്നെ അവർ കാണോ ഇവർ കാണോ എന്നൊക്കെ എന്തിനാ അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? ജനറലായിട്ടാണ് കാര്യങ്ങളെ പറഞ്ഞത്. ഓക്കെ, എന്താ പറഞ്ഞത്? മലയാളക്കരയിൽ സ്വർഗത്തിലെ ദൈവം ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അത് ലോകമെമ്പാടും കത്തിപ്പടരണമായിരുന്നു. അമേരിക്കയിൽ ആരംഭിച്ച പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ലോകമെമ്പാടും കത്തിപ്പടർന്നില്ലേ? അത് അവിടെയല്ലേ ആരംഭം കുറിച്ചത്? അത് എല്ലാ രാജ്യത്തേക്കും വന്നു. അതുപോലെ മലയാളക്കരയിൽ വെളിപ്പെട്ട് കിട്ടിയ ഈ വെളിപ്പാടുകൾ ലോകമെമ്പാടും എത്തിക്കേണ്ടതായിരുന്നു. കാതിലും കഴുത്തിലും ഇല്ലാത്ത നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ നഴ്സിംഗ് പഠിപ്പിച്ച് യൂറോപ്പിലും അമേരിക്കയിലും പലയിടങ്ങളിലും വിട്ടപ്പോൾ നാട്ടിലെ പാസ്റ്റർ എന്താ പറഞ്ഞതെന്ന് അറിയാവോ? സൂസി അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. ഏത് സൂസി? ലൂസി അനുഗ്രഹിക്കപ്പെട്ടു. ലൂസീനെ അനുഗ്രഹിക്കാനാണോ യൂറോപ്പിൽ വിട്ടത്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടല്ലേ വിട്ടത്? ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ്റെ മന്ദിരം. അധികം വർത്തമാനം പറയാൻ അറിയില്ലെങ്കിൽ പോലും ചുമ്മാ ഒന്ന് നടന്നാൽ മതി അതിലെ. അതുപോലും ആളുകൾ ശ്രദ്ധിക്കും. ചിലപ്പോൾ ചില സാഹിബന്മാർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കും, അല്ല നിങ്ങൾ എന്നാ കൂട്ടരാന്ന് വേണേൽ ചോദിക്കും. അപ്പോൾ സ്നേഹത്തോട് മറുപടി പറയാം. അവരുടെ രീതി അനുസരിച്ച് അവരങ്ങനെ ഇടിച്ചു കയറില്ല. ഓക്കെ, ദൈവം ഒരുത്തൻ്റെ ഉള്ളിലൊരു പ്രേരണ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൂസിയുടെയോ സൂസിയുടെയോ മറിയാമ്മയുടെയോ ഒക്കെ അടുത്ത് വന്ന് ചോദിക്കുമല്ലോ. മദാമ്മ ചോദിക്കുക, എന്താ നിങ്ങളിങ്ങനെ കാതുമില്ല കഴുത്തുമില്ലാതെയൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, വലിയ വലിയ വെളിപ്പാടല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം മദാമ്മയോട്. 1 2 3 4 എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാ? നമ്മുടെ ലൂസിയുടെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്നത് എന്താ? ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു, 7 കടലിനക്കരെ കൊണ്ടുവന്നു എന്നാ തലയ്ക്കകത്തിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളെയും അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ലോകത്തിൽ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നില്ല.
നമ്മുടെ സഹോദരീ സഹോദരന്മാരെ ലോകത്തെ പല സ്ഥലത്തും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അവർ ബലിപീഠത്തെ ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ്. മൊബൈൽ ടെമ്പിൾസ് ആണ്. ആ ടെമ്പിളിൽ യാഗപീഠമുണ്ട്. യാഗപീഠം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണിക്കുന്നു. മൊബൈൽ ടെമ്പിൾസ് ലോകത്തിലെ പല രാജ്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അവരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അവരെ കാണുമ്പോൾ പാപികൾക്ക് പാപബോധം ഉളവാകണം. അങ്ങനെ പാപബോധം അവർക്ക് വരണമെങ്കിൽ നമ്മിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണം. നമ്മിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്ത് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മിൽ ദൈവസാന്നിധ്യം ഉണ്ടാകും. ആ ദൈവസാന്നിധ്യത്തിലേക്ക് ഒരുവൻ അടുത്തു വന്നാൽ, അങ്ങനെയല്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, പാപിക്ക് പാപബോധം വരുമെന്ന്. ഇപ്പം നമ്മുടെ അടുത്തേക്ക് ആരടുത്ത് വന്നാലും അവനൊന്നും തോന്നുന്നില്ല. നമ്മൾ അത്തർ അടിച്ചിട്ടുണ്ടല്ലോ, അത്തറിൻ്റെ മണം അവന് കിട്ടുമായിരിക്കും. നമ്മൾ അടിച്ചിരിക്കുന്ന അത്തറിൻ്റെ മണം, വില കൂടി അത്തറ അടിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു പാപി നമ്മുടെ അടുത്തേക്ക് വന്നാൽ അവന് പാപബോധം ഉണ്ടാകാറുണ്ടോ? നമ്മൾ ഭയങ്കര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആഭരണം വേണോ ആഭരണം വേണ്ടയോ ലേലം വിളി നടത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർമാരൊക്കെ രംഗത്ത് വരികയാണ്. വേറെ ഗൗരവമായ അനവധി കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറയാനില്ല. ദുരുപദേശകന്മാർ അഴിഞ്ഞാടുകയാണ്. കള്ളപ്രവാചകന്മാർ കൊടികുത്തി വാഴുകയാണ്. ഒരാളും രംഗത്തില്ല, ഒരാളും രംഗത്ത് വരുന്നില്ല. ന്യൂ ജനറേഷൻകാരെല്ലാ അടിസ്ഥാനങ്ങളും മറിക്കുകയാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവർക്കും പറയാനുള്ളത് ആഭരണത്തെക്കുറിച്ചാണ്. ചർച്ചകൾ മുഴുവനും ആഭരണത്തെക്കുറിച്ചാണ്. ഒടുക്കം നമ്മളെന്താ കണ്ടത്? മലയാളക്കരയിൽ ദൈവം ഈ വെളിപ്പാട് കൊടുത്തു. കേട്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു പുച്ഛം തോന്നാം, മലയാളിയോ എന്ന്. അതെന്താ, അതിന് മാത്രം പുച്ഛത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മലയാളി എന്ന് പറഞ്ഞാൽ അത്ര മോശമായ ആൾക്കാരൊന്നുമല്ല. ഇച്ചിരി ദ്രവ്യാഗ്രഹവും ഇച്ചിരി അത്യാഗ്രഹവും ഇച്ചിരി കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. അതൊക്കെ എന്തുകൊണ്ടാണ് അവരിൽ അങ്ങനെ വന്നത്? അവർ ജഡത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെന്തുകൊണ്ടാണ്? ശരിയായ സുവിശേഷം കേൾപ്പിച്ച് അവരെ ഈ ശരിയായ പാതയിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ അവർ ഈ ദ്രവ്യാഗ്രഹം അത്യാഗ്രഹത്തിൽ നിന്നൊക്കെ പുറത്തു വരില്ലേ? അവർക്ക് ആ നിത്യതയുടെ ആഴം മനസ്സിലാകുമ്പോൾ അവർ ഒരിക്കലും അങ്ങനെയുള്ള വഴി പോകില്ലായിരുന്നു. ഈ കാലത്ത് ജനമെല്ലാം അങ്ങനെ പോയതിൻ്റെ കാരണം എന്താ? സുവിശേഷം പവർഫുള്ളായിട്ട് പ്രസംഗിക്കപ്പെടുന്നില്ലെന്നേ, സത്യം വെളിപ്പെട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പോകുന്നത്. നിങ്ങളുടെ മുമ്പാകെ ഞാൻ 2 വാക്യങ്ങളും കൂടെ കൊണ്ടുവരിക കേട്ടോ. 2 വാക്യങ്ങളും കൂടെ, സമയം പോയി എന്നറിയാം. ആ 2 വാക്യങ്ങളിലെ 2 സന്ദർഭങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ ഇത്രയും കേട്ടതുകൊണ്ട് കാര്യമാകണമെന്നില്ല. അതായത് 2 ദിനവൃത്താന്ത പുസ്തകം 35-ാം അധ്യായം നമ്മൾ തുറക്കുകയാണ്. 2 Chronicles chapter 35, 35-ാം അധ്യായം തുറക്കുക. 2 ദിനവൃത്താന്തം 35-ാം അധ്യായം തുറക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഇവിടെ വിട്ടുപോയി. ആദ്യം പറഞ്ഞൊരു കാര്യത്തോട് ചേർത്തൊരു വാക്കൊന്ന് പൂരിപ്പിച്ചോട്ടെ, എന്നിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരാം. എടുത്തു വെച്ച് മറിക്കണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. സൗരങ്ങളെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൻ്റെ മുൻപൊരു കാര്യം പറഞ്ഞു. അതായത് എഫേസ് ലേഖനത്തിലെ ആ വാക്യം, സദർശിവാക്യങ്ങളിലെ വാക്യം, ഇതൊക്കെ വെള്ളക്കാരെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ഞാൻ റേസ് ചെയ്തല്ലോ. ഇതൊന്നും അവരെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവരിൽ മെജോറിറ്റി ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷം മാത്രം, ദൈവഭയമുള്ളവർ, സത്യവചനപ്രകാരം വീണ്ടും ജനിച്ചവർ അംഗീകരിക്കുമായിരിക്കാം. അല്ലാതെ ഈ ചുമ്മാ നടക്കുന്ന ന്യൂജൻ പെന്തിക്കോസ്റ്റ് ഒന്നും അതൊന്നും അംഗീകരിക്കില്ല. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ചിന്ത ഉണർത്താൻ ഒരു കാര്യം ഇവിടെ ചേർത്ത് പറഞ്ഞിട്ട് നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരാം. അതായത് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കാണുന്ന ചില പ്രബല ഗ്രൂപ്പുകളുണ്ട്. അതായത് പരീശന്മാർ, സദൂക്യർ, അതുപോലെ ശാസ്ത്രിമാർ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളെ കാണാം. അതിൽ പരീശന്മാരെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ആളുകൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഉപദേശം പറയുകയും കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്ന ഉപദേശിമാരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പരീശൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരീ സഹോദരന്മാർ പ്രമാണപ്രകാരം ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെയും വേണമെങ്കിൽ ഈ ആളുകൾ പരീശൻ എന്നൊക്കെ വിളിച്ചു കളയും. അതുപോട്ടെ, മറ്റൊരു കൂട്ടരാണ് സദൂക്യർ. ഈ സദൂക്യരെ കുറിച്ച് നിങ്ങളുടെ അറിവ് എങ്ങനെയാണെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. സമയം പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയെന്ന് വിചാരിച്ചോ. സദൂക്യരെ കുറിച്ച് വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നത്, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല, ദൂതന്മാരിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ മിക്കവർക്കും ആ കാര്യം അറിയാം. അവർ ഈ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നവരല്ലെന്ന്. അതിൽ രസകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലപ്രവൃത്തി 5:17 നിങ്ങൾ വേണേൽ നോട്ട് ചെയ്ത് വെച്ചോ, വായിക്കാൻ പോവല്ല. ആ വാക്യത്തിലൂടെ നമുക്ക് ചുരുളഴിഞ്ഞ് കിട്ടുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ സദൂക്യ പക്ഷത്തുള്ളവരാണ് ഏറിയ പങ്ക് മഹാപുരോഹിതന്മാരായിട്ട് വന്നിട്ടുള്ളവർ.
മഹാപുരോഹിതന്മാരിൽ നല്ലൊരു പങ്ക് സദൂക്യ പക്ഷത്തുള്ളവരാണ്. നോക്കണം, ഇസ്രായേലിലെ മഹാപുരോഹിതന്മാർ സദൂക്യ പക്ഷത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ എന്ത് വിശ്വസിക്കുന്നില്ല? പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ല, ദൂതന്മാരിൽ വിശ്വാസമില്ല. പക്ഷെ അവർ ദൈവാലയ കാര്യങ്ങളോട് ഒട്ടി നിൽക്കുന്നവരാണ്. സൻഹെദ്രീ സംഘത്തിൽ അവരുണ്ട്, പല കാര്യത്തിലും അവരുണ്ട്. അപ്പം യഹൂദ വിശ്വാസ പ്രമാണം അനുസരിച്ച് ദൂതന്മാരെ വിശ്വസിക്കണ്ടേ? പുനരുദ്ധാനത്തിൽ വിശ്വസിക്കണ്ടേ? ഇതിലൊന്നും വിശ്വാസമില്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഭയാനകമായൊരവസ്ഥയല്ലേ? എന്നിട്ടും അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇതുപോലെ തന്നെയാണ് ഞാൻ എഫേസ് ലേഖനവും സദൃശവാക്യത്തിലെ വാക്യങ്ങളും പറഞ്ഞത്. അതൊന്നും സായിപ്പും മദാമയും അംഗീകരിക്കുന്നില്ല, അതിനെക്കുറിച്ച് അവർക്കൊരു ചിന്തയില്ല. പക്ഷേ വേറെ വാക്യങ്ങളൊക്കെ അവർ അംഗീകരിക്കും. അതേസമയം ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ ഈ പുസ്തകത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ അതിനെ നിരസിക്കുന്നവരല്ല. ഈ പുസ്തകത്തിലെ മുഴുവൻ വാക്യങ്ങളും വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നുകൂടെ ഞാൻ കടത്തി പറയാം, മലയാളക്കരയിലുള്ള എല്ലാ വേർപെട്ട ദൈവജനവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവരുടെ കാര്യമാണ് കേട്ടോ. ചുമ്മാ നാമധേയ പെന്തിക്കോസുകാരുടെ കാര്യമല്ല. വാസ്തവമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന എല്ലാവരും ബൈബിളിലെ ഒരു വാക്യം പോയിട്ട്, ഒരു വരി പോയിട്ട് ഒന്നും അവർ തള്ളിക്കളയുന്നില്ല. അതെല്ലാം അംഗീകരിക്കുന്നവരാ. പക്ഷേ സദൂക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. പുനരുദ്ധാനം അംഗീകരിക്കുന്നില്ല, ദൂതന്മാരെ അംഗീകരിക്കുന്നില്ല. അതൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെയാണ് വെള്ളക്കാരും പറയുന്നത്. ശരീരത്തിൻ്റെ സമർപ്പണം അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്താനായിട്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടപ്പില്ല. അമേരിക്കൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും, അത്ര തന്നെ. കൂട്ടത്തിൽ ഞങ്ങൾ ദൈവത്തെയും വിളിക്കും. ഇത് ഒരു പരുവത്തിൽ അവരൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ സായിപ്പിനെ എല്ലാം മാതൃകയാക്കുന്നത് നമ്മുടെ മാതൃകാ പുരുഷൻ യേശുക്രിസ്തുവാണ്. ആ കാൽച്ചൂടുകളാണ് നമ്മൾ പിന്തുടരുന്നത്. സൂക്ഷിച്ചു നോക്കുമ്പോൾ അതേ കാൽച്ചൂട് പിന്തുടർന്ന അപ്പസ്തലന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ അപ്പസ്തലന്മാരെയാണ് ഉറ്റുനോക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും വെള്ളക്കാരനെയും മദാമേനെയും നോക്കിയിട്ടാണ് ഉപദേശം സ്ഥാപിക്കുന്നത്. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? കിറുക്കെന്ന് പറയാം, അല്ലാതെ വേറൊന്നും പറയാനില്ല. സായിപ്പിന് പലതും മനസ്സിലായിട്ടില്ലെന്നേ, പല കാര്യവും മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലായതെല്ലാം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ നമ്മൾ സർവജ്ഞപീഠം കയറി നമ്മളും പറയുന്നില്ലല്ലോ. ഈ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ബോധ്യം വലുതാണ്, വലിയ ബോധ്യമാണ് നമ്മുടെ പൂർവന്മാർക്ക് കൊടുത്തത്. ഇന്ന് ആ കാര്യം കുറച്ചും കൂടെ ആഴത്തിൽ വിശദമായി വിശദീകരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. നമ്മുടെ മിടുക്കൊന്നുമല്ല, ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ പറയുകയാണ്. ഇത് ഇങ്ങനെയാണെന്ന് തീർത്ത് പറയല്ലേ. സദൂക്യര് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല, ദൂതന്മാരിലും വിശ്വസിക്കുന്നില്ല. വെള്ളക്കാര് റോമാലേഖനം 12-ാം അധ്യായം വിശ്വസിക്കുന്നില്ല. പോരെ? അപ്പോൾ ഇവരൊക്കെ സ്വർഗത്തിൽ പോയില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയേലിനെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. അപ്പോൾ 2 ദിനവൃത്താന്തം 35-ാം അധ്യായം വേഗം തുറന്നു. 2 ദിനവൃത്താന്തം 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്ന രാജാവിൻ്റെ പേര് യോശിയാവ് എന്നാണ്. യോശിയ രാജാവിൻ്റെ കാര്യമാണ്. ഇപ്പം 35-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അനന്തരം യോശിയാവ് യെരുശലേമിൽ യഹോവയ്ക്കൊരു പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം തീയതി അവർ പെസഹ അറുത്തു. പെസഹ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ 1-ാം മാസത്തിലാണ്, കൂടെയുള്ള പെരുന്നാളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, കൂടെ ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഇങ്ങനെ 3 പെരുന്നാൾ ഒരുമിച്ച് വരും 1-ാം മാസത്തിലെ പെരുന്നാളിൽ. യഹോവയുടെ 7 ഉത്സവങ്ങൾ എന്നുള്ളൊരു വിഷയം മുന്നമേ പറഞ്ഞിട്ടുണ്ട്, ഓർത്താൽ മതി. അപ്പം യോശിയാവിൻ്റെ കാലത്ത് പെസഹ അറക്കുകയാണ്. യോശിയാവിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതിന് പുറകിൽ അവൻ്റെ പിതാക്കന്മാരുടെ ആ ഒരു കാലഘട്ടത്തിൽ ആമോനും മനശ്ശയൊക്കെയുള്ള ആ സമയം അവർ യഹോവയെ കോപിപ്പിച്ച വിരുദ്ധന്മാരാണ്. അങ്ങനെ അവർ യെരുശലേം ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെ താറുമാറാക്കി. ന്യായപ്രമാണ പുസ്തകമൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു പരുവത്തിൽ കിടന്ന സമയത്താണ് യോശിയാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. യോശിയാവ് രംഗത്ത് വന്നു, കാര്യങ്ങളെ ക്രമീകരിച്ചു, ആലയം ശുദ്ധീകരിച്ചു. അതൊക്കെ 34-35 അധ്യായം വായിച്ചാൽ മനസ്സിലാവും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1-2 വാക്യം വായിച്ച് അവസാനിപ്പിക്കുക. അതായത് 13-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവർ വിധി പോലെ, അതായത് നിയമപ്രകാരം പെസഹ തീയിൽ ചുട്ടു. വാക്കുകൾ ശ്രദ്ധിക്കണം. അവർ വിധി പോലെ അഥവാ പ്രമാണപ്രകാരം പോലെ പെസഹ തീയിൽ ചുട്ടു.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ 16-ാം വാക്യത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ യോശിയ രാജാവിൻ്റെ കൽപ്പന പ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിപ്പാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി. ശ്രദ്ധിക്കണം, വാക്യം എങ്ങനെ അവസാനിച്ചത്? യോശിയാവിൻ്റെ കാലത്ത് കാര്യങ്ങളെയെല്ലാം ക്രമീകരിച്ചു, ആലയം ശുദ്ധീകരിച്ചു. പിന്നെ ഇവിടെ വേറെ മുകളിൽ 15-ാം വാക്യത്തിലൊക്കെയുണ്ട്, സംഗീതക്കാരുടെ കാര്യമുണ്ട്, ലേവ്യരുടെ കാര്യമുണ്ട്, ഓരോരോ കാര്യങ്ങളുടെ ക്രമങ്ങളുണ്ട്. എല്ലാം പറഞ്ഞു വന്നിട്ടാണ് അവസാനം പറയാണ് യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി. അപ്പോൾ അതുവരെ ക്രമത്തിലല്ലായിരുന്നു എന്നല്ലേ മലയാളം വായിക്കാൻ അറിയാവുന്നവർ വായിച്ചാൽ മനസ്സിലാകുന്നത്. അന്ന് വരെ കാര്യങ്ങൾ ക്രമത്തിലല്ലായിരുന്നു, അന്ന് ക്രമത്തിലായി. ഇനി 18-ാം വാക്യത്തിലേക്ക് വരികയാണ്. 18-ാം വാക്യം, വേഴ്സ് 18. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല. ഇതാണ് ചെവി തുറന്ന് കേൾക്കേണ്ടത്. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ പെസഹ ആണ്ടോടാണ്ട് ആചരിക്കാറില്ലേ? ഉണ്ട്. അതിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടെന്നേ. അതിൻ പ്രകാരം വിധി പോലെ പെസഹ അറുത്തിട്ടില്ലായിരുന്നു. എവിടെ മുതലാ? ശമൂവേലിൻ്റെ കാലം മുതൽ. അപ്പോൾ ശമൂവേലിന് ശേഷം ചിലരെ നോക്കിയാൽ ആരൊക്കെ കാണാം? ദാവീദ് നിപ്പുണ്ട്. ശമൂവേലിന് ശേഷമല്ലേ ദാവീദ്. അപ്പോൾ ദാവീദിൻ്റെ കാലത്തോ? ദാവീദിൻ്റെ കാലത്തൊക്കെ ഉറിയലൈസോം പറയുമായിരുന്നു. അതൊന്നും അതിൻ്റെ ക്രമത്തിലല്ലായിരുന്നു, ചുമ്മാ ഇരുന്ന് പറയുമായിരുന്നു, വിധിപ്രകാരമല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊക്കെ ഒത്തിരി ശ്രേഷ്ഠന്മാരുടെ പേരൊക്കെ നമ്മൾ പറയും. ഈ പറഞ്ഞ കാലഘട്ടത്തിലൊന്നും വിധിപ്രകാരം ഈ കാര്യങ്ങൾ ആചരിച്ചിരുന്നില്ല, ചട്ടപ്രകാരമല്ലായിരുന്നു ആചരിച്ചിരുന്നത്. കാര്യങ്ങളെ കൈകാര്യം ചെയ്തില്ല എന്ന് വെച്ചാൽ ചെയ്തിരുന്നു, ഓക്കെ. ദൈവത്തിന് പൂർണ്ണ പ്രസാദം വരുമാറ് ചെയ്തിരുന്നില്ല. അപ്പോൾ യോശിയാവിൻ്റെ കാലത്ത് അറുത്ത പെസഹായുടെ പ്രാധാന്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു. അവിടെയൊക്കെ നിന്ന് സംസാരിക്കേണ്ടതാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ ജമ്പ് ചെയ്ത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരികയാണ്. നേരെ നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക്, ചാപ്റ്റർ 8. നെഹമ്യാവിൻ്റെ പുസ്തകം വിശദമായി നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. അതിമനോഹരമായൊരു പുസ്തകമാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിന് നടുവിലേക്ക് ദൈവം നെഹമ്യാവിനെ കൊണ്ടുവരുന്നതും തകർന്നു കിടന്ന മതിൽ പണിതതും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഗൗരവം നമ്മളന്ന് കാണുകയായിരുന്നു. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ആ കാര്യം ചിന്തിച്ചത്. പ്രവാസത്തിൽ കിടന്ന ജനത്തെ ദൈവം തട്ടി ഉണർത്തി. ആദ്യ ബാച്ചിൽ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ വന്നു. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ എസ്രായുടെ നേതൃത്വത്തിൽ വന്നു. യെരുശലേമിലെ തകർന്നു കിടന്ന ദൈവാലയം അവർ വീണ്ടും നിർമ്മിച്ചു. ആദ്യത്തെ അടിസ്ഥാനത്തിൽ തന്നെ അത് വീണ്ടും നിർമ്മിച്ചു, യാഗപീഠം സജ്ജമാക്കി. എസ്രായുടെ നേതൃത്വത്തിൽ യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ മുറ പോലെ നടന്നു. ഏതാണ്ട് ഒരു 10-13 വർഷം മുന്നോട്ട് പോയി. അപ്പം ആലയവും കാര്യങ്ങളും ക്രമീകരിച്ചു. പക്ഷേ ചുറ്റുമതിൽ തകർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് ദൈവം നെഹമ്യാവിനെ തട്ടി ഉണർത്തുന്നത്. അങ്ങനെ തട്ടി ഉണർത്തപ്പെട്ട നെഹമ്യാവ് യെരുശലേമിലേക്ക് വരികയും ഇത്യാദി കാര്യങ്ങൾ നമുക്കറിയാം, വിശദീകരിക്കണ്ടല്ലോ. അങ്ങനെ മതിലിൻ്റെ പണി ആരംഭിക്കുന്നു, മതിലിൻ്റെ പണി പൂർത്തീകരിക്കുന്നു. അപ്പോൾ നമ്മൾ 8-ാം അധ്യായം തുറന്നു, വേഗം മുന്നോട്ട് പോയേക്കാം. 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടുകൂടി. നോക്കണം, ഇത് ഏത് മാസമാണ്? 7-ാം മാസം. യോശിയാവിൻ്റെ കാലത്ത് ഞാൻ ഏത് മാസമാണ് പറഞ്ഞത്? 1-ാം മാസം. 1-ാം മാസത്തിൽ 3 പെരുന്നാളുകളാണ്. അടുത്ത പെരുന്നാളെന്ന് പറയുന്നത് 3-ാം മാസത്തിലാണ്, ഒറ്റ പെരുന്നാൾ, പെന്തക്കോസ്ത പെരുന്നാൾ. അത് കഴിഞ്ഞ് 7-ാം മാസത്തിലേക്ക് വരുമ്പോൾ അവിടെയും 3 പെരുന്നാളാണ്. ഏതൊക്കെയാ? പാവപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, കാഹളതുരി പെരുന്നാൾ. അങ്ങനെ 3 പെരുന്നാളാണ്. അതിനൊക്കെ ക്രമമുണ്ട്, ക്രമം തെറ്റിച്ച് പറയരുത്. അപ്പോൾ ഇതെല്ലാം ഗൗരവമായ വിഷയമാണ്. ഇപ്പോൾ ഇത് 7-ാം മാസമാണ്. 7-ാം മാസത്തിൽ അവർ ഒരുമനപ്പെട്ടു കൂടി. താഴേക്ക് വായിക്കുമ്പോൾ എസ്രാ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ന്യായപ്രമാണം വിശദീകരിക്കുകയാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ. 8-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ജനത്തിന് ന്യായപ്രമാണത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ തെളിവായി വായിച്ച് കേൾപ്പിച്ചു, ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, അടുത്ത പേജ്, ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയി. ആ ജനമൊക്കെ കരഞ്ഞുപോയി ഇന്ന് ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ. അവർ കരഞ്ഞുപോയിന്ന്. വിജാതീയരായിരുന്ന നാമ്, പാപത്തിൻ്റെ പടുകുഴി കിടന്ന നാമ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ പിതാവ് കൈവിട്ട് കളഞ്ഞു എന്നുള്ള കാര്യങ്ങളുടെ ആഴം കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെയും ഒരു രോമം അനങ്ങുന്നില്ല.
കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജിനകത്ത് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഒരു സത്യക്രിസ്ത്യാനി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ജനം അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവർക്ക് ഭൗതിക അനുഗ്രഹത്തിൻ്റെ, ഈ ലോകത്തിലെ ആഡംബരത്തിൻ്റെ കാര്യങ്ങളുടെ പ്രസംഗങ്ങളാണ് കേൾക്കേണ്ടത്. ന്യായവിധി ദിവസം എല്ലാവരും അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. യെസ്, അപ്പോൾ ജനമെല്ലാം കരഞ്ഞുപോയി. ഓക്കെ, നമ്മൾ 14-ാം വാക്യത്തിലേക്കൊന്ന് വരികയാണ്. അവിടെ നമ്മൾ കാണുന്നത്, യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിൽ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരിക്കുന്ന പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് അവർ മലയിൽ ചെന്ന് ഒലിവ് കമ്പും ചില്ലിക്കമ്പും അതും ഇതൊക്കെ പറക്കിക്കൊണ്ട് വന്ന കാര്യമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് നമ്മൾ വരുമ്പോൾ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഓരോരുത്തരും അവിടെ കൂടാരങ്ങൾ ഉണ്ടാക്കിയ കാര്യം കാണുന്നു. എന്നിട്ട് 17-ാം വാക്യത്തിലേക്ക് വരികയാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരെല്ലാം കൂടാരങ്ങൾ നിർമ്മിച്ച് കൂടാരങ്ങളിൽ പാർത്തു. എന്നിട്ട് നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ അങ്ങനെ ഒരു കൂടാര പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല, ആചരിച്ചിട്ടില്ല. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ വാക്യമൊക്കെ. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ ഈ പറയപ്പെട്ട കാലം വരെ അങ്ങനെ ഒരു കൂടാര പെരുന്നാൾ ചട്ടപ്രകാരം അവരെ ആചരിച്ചിരുന്നില്ലെന്നാണ് വായിച്ചത്. ഇത്രയും കാലം അവർ ഒരു കാര്യവും യഹോവയായ ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്നില്ലേ? പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. യോശുവായ്ക്ക് ശേഷമല്ലേ നമ്മൾ ശമൂവേലിനെ കാണുന്നത്. ശമൂവേൽ, ദാവീദ് ഇത്യാദി എത്രയോ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാർ, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നില്ലെന്ന്. ഏലിയാവ്, ഏലീശ, പിന്നെ ആരാ? യെശയ്യാവ്, യിരെമ്യാവ്, യെസക്കിയേൽ, എന്തുമാത്രം പ്രവാചകന്മാരാ. ഇവരുടെ ആരുടെയും കാലത്ത് വിധിപ്രകാരം ഒരു കൂടാര പെരുന്നാൾ ആചരിച്ചിരുന്നില്ല, ചട്ടപ്രകാരം ആചരിച്ചിരുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും 2 കമ്പ് ഗണിപ്പിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും. തീർത്ത് ഞാൻ പറയുന്നില്ല ഒന്നും ചെയ്തില്ലെന്ന്. 2 കോല എവിടെയെങ്കിലും കുത്തിവെച്ച് കാണുമായിരിക്കും, അത്ര തന്നെ. അല്ലാതെ അതിൻ്റെ ഗൗരവത്തിൽ സീരിയസ് ആയിട്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്ത് കാണില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമായി കണക്ട് ചെയ്ത് ഈ കാര്യങ്ങളെ പറയുന്നത്. ഏതുപോലെ? ലോകമെമ്പാടും ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാം ചട്ടപ്രകാരമല്ലെന്ന്. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ ഇതുപോലൊരു കൂടാര പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല, ആചരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ശമൂവേലിൻ്റെ കാലം മുതൽ യോശുവാവിൻ്റെ കാലം വരെ വിധിപ്രകാരം ഒരു പെസക അറുത്തിരുന്നില്ല. ദൈവം പ്രസാദിക്കുമാറ് അതിൻ്റെ പൂർണ്ണതയിൽ. ഇവിടെയാണ് ഈ ആളുകൾ ചോദിക്കുന്നത്, ആഭരണം ഉപയോഗിക്കുന്നവരും സ്വർഗത്തിൽ പോകില്ലെന്ന് ചോദിച്ചാൽ, സൗരങ്ങളെ ആഭരണം ഉപയോഗിച്ചില്ലയോ എന്നുള്ളതല്ല, എല്ലാവരും പുതിയ ഭൂമി വരും. പക്ഷെ വില കൊടുത്തവർ മാത്രം സിംഹാസനത്തിലേക്ക് വരും. വില കൊടുത്തവർ മാത്രം പുതിയ യെരൂശലേമിൻ്റെ ഓഹരിക്കാരാകും, അത്ര തന്നെ. അല്ലാത്ത ഒരു കുഞ്ഞിനും അതിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ, അതൊക്കെ അന്വേഷിക്കണമെന്ന്. അന്വേഷിച്ചാൽ കണ്ടെത്തും. ഏത് മതാമയ്ക്ക് അന്വേഷിച്ചാൽ കണ്ടെത്തും. അല്ലാതെ മലയാളിക്ക് വേണ്ടി മാത്രം ഒരു ഉപദേശമല്ലോ ഉണ്ടോ? ഭൂമിയിലെ സകല വൻകരയിലും ദൈവസഭയ്ക്ക് ഒരു ഉപദേശമാണ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അത് ഒരു തട്ടാൻ്റെ അടുത്തും കൊണ്ടുപോയി കിഴിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ വചനമായിട്ട് വരൂ. ഏത് വചനപ്രകാരമാണ് നിങ്ങൾ ആ കാര്യം പറയുന്നത്? ഇതിൻ്റെ ആഴങ്ങളാണ് ഇത്രയും ദിവസം പറഞ്ഞത്. ഒരു കാര്യം ഇവിടെ ചേർത്ത് പറയാം. അമേരിക്കയിലാകട്ടെ യൂറോപ്പിലാകട്ടെ വെള്ളക്കാരുള്ള മറ്റിടങ്ങളുണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മറ്റിടങ്ങളൊക്കെ. ഇവിടെയൊക്കെ വെള്ളക്കാരുടെ ചർച്ചുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 10 മാസമേ ചർച്ചുകൾ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ള 2 മാസം സായിപ്പും മദാമയും വെക്കേഷൻ പ്രമാണിച്ച് ടൂർ പോകും. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിലെ കോടതികൾക്കൊക്കെ വേനൽക്കാല അവധി എന്ന് കേട്ടിട്ടില്ലേ? അത് എവിടെ നിന്ന് വന്നതാ? പണ്ട് സായിപ്പന്മാരിവിടെ ഉള്ള കാലത്ത് കോടതികൾ വേനൽക്കാലത്ത് പിരിയും. അപ്പോൾ വേനൽക്കാലത്ത് സായിപ്പ് എങ്ങോട്ട് പോകും? സായിപ്പ് ന്യൂഡൽഹിയിൽ നിന്ന് സിംലയ്ക്ക് പോകും. എങ്ങോട്ട് പോകും? സായിപ്പ് സിംലയ്ക്ക് പോകും. വേനൽക്കാലത്ത് ഇവിടുത്തെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് സിംലയ്ക്ക് പോകും. അപ്പോൾ ആ സമയത്ത് കോടതി എന്ത് ചെയ്യും? കോടതിക്ക് അവധി. അത് പറ്റില്ല, കോടതിക്ക് അവധി പാടില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമരമായിട്ട് ചെല്ലുമോ? ഒന്നുമില്ല. സായിപ്പ് പറയുന്നതാണ് അതിൻ്റെ നിയമം. അന്നും ഇന്നും അതെ, വെളുത്ത തൊലിക്ക് അതിൻ്റേതായൊരു പവറുണ്ട്.
അത് കേട്ട് സലാം പറയാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ, വേറെ പണി നോക്കിക്കോണം. നിങ്ങൾ വെളുത്ത തൊലിക്കാരനെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുകയും കുനിഞ്ഞു നിൽക്കുകയും ചലൂട്ടടിക്കുകയും ചെയ്യുമെങ്കിൽ അത് നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് പ്രയോജനം കാണും. എനിക്കൊരു പ്രയോജനമില്ല. സായിപ്പ് 2 മാസം ടൂറ് പോകുന്നു സഭ പൂട്ടിയിട്ടിട്ട്. ചില വർഷങ്ങൾക്ക് മുമ്പേ ഓസ്ട്രേലിയയിലുള്ള ചില സ്നേഹിതന്മാരും ന്യൂസിലാൻഡിലുള്ള സൗരങ്ങളൊക്കെ പറഞ്ഞതാ, അവിടെ ഇന്ന ചർച്ചിൽ അവിടെ 2 മാസം അവധിയാന്ന്. എന്നെ അങ്ങനെ സായിപ്പ് ടൂറ് പോയി. അത് നിർബന്ധമാണ്. അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ, സായിപ്പ് 6 മാസം ജോലി ചെയ്യുക, 6 മാസം ടൂർ അടിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ 8 മാസം ജോലി ചെയ്യും, 4 മാസമെങ്കിലും കുറഞ്ഞ ടൂർ അടിക്കുമെന്ന്. നമ്മുടെ കൂട്ട് 365 ദിവസം പണത് പ്രാന്ത് പിടിച്ചിരിക്കുകയല്ല സായിപ്പ്. സായിപ്പും മാതാവും ജോളിയായിട്ടാണ് കാര്യങ്ങളെ ചെയ്യുന്നത്. അവർ പാറിപ്പറന്ന് നടക്കും. നമ്മൾ ടെൻഷൻ അടിച്ച് അടുത്ത കല്യാണത്തിന് ഏത് സാരി മേടിക്കും, കഴിഞ്ഞ കല്യാണത്തിന് പോയപ്പോൾ ചുവന്ന സാരിയാണ് കൊടുത്തത്, അടുത്തതിനും ചുവന്ന കൊടുത്ത് എങ്ങനെ പോകുന്നവർ നമ്മൾ പ്രാന്ത് പിടിച്ചിരിക്കുക. മദാമിക്ക് അങ്ങനെ ഒരു പ്രാന്തവുമില്ല. മദാമിക്ക് തുണി ഉടുത്തില്ലെങ്കിലും വിരോധമില്ല. അവർക്ക് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ഒന്ന് റിലാക്സ്ഡ് ആകണം, അത്രേ ഉള്ളൂ. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കണം. അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അവരവരുടെ പിരിമുറുക്കമൊക്കെ കളഞ്ഞ് അവരെ ആശ്വാസത്തോടെ പോകും. അത് പോട്ടെ. പക്ഷേ ശുശ്രൂഷയിലുള്ള സായിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് മലയാളികളായ നിങ്ങൾ അംഗീകരിക്കുമോ? മലയാളികളായ നിങ്ങളാരും അംഗീകരിക്കില്ലല്ലോ ആ തത്വം. ഇപ്പം നിങ്ങളിൽ ചിലരൊക്കെ കൂടുന്ന കൂട്ടായ്മകൾ, കേരളത്തിലാകട്ടെ വെളിയിലാകട്ടെ, ആ കൂട്ടായ്മയിൽ പാസ്റ്റർ പറയാണ് 10 മാസം ഞാൻ ശുശ്രൂഷിക്കുള്ളൂ, 2 മാസം ഞാനും ഭാര്യയും കൂടെ ടൂർ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? എന്നാ പ്രാന്ത? നിങ്ങൾ കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറയില്ലേ, കുമ്മനാട്ടേക്ക് വിളിച്ചു പറയില്ലേ, ഇയാളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പറപ്പിച്ചുകൊണ്ട് പോകണം, ഇങ്ങനെ 2 മാസം ലീവ് വേണമെന്നൊക്കെയാണ് പറയുന്നത്, ഞങ്ങളത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയും നിങ്ങൾ. അപ്പോൾ സായിപ്പിനെ എല്ലാ കാര്യത്തിനും കൂട്ടുപിടിക്കാൻ വരണ്ടെന്നാണ് കുറേ ആഴ്ചകളായിട്ട് പറയാനിരുന്ന കാര്യമാണ്. അത് ഇന്ന് ഞാനങ്ങ് പറഞ്ഞ് തീർത്തുകയാണ്. എല്ലാത്തിനും സായിപ്പിനെ മാതൃകയാക്കിക്കൊണ്ട് വരണ്ട. സായിപ്പ് അത് ഉപയോഗിക്കുന്നില്ലേ, മദാമ ഇത് ഉപയോഗിക്കുന്നില്ലേ എന്ന്. സായിപ്പ് വേറെ പലതും ചെയ്യുന്നുണ്ടെന്നേ, അതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. സായിപ്പിനെയും മദാമിനെയും ഒക്കെ മറന്നേരെ വചനത്തിലേക്ക് മടങ്ങി വാ. സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകളാണ് കഴിഞ്ഞ ദീർഘമായ ആഴ്ചകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ തലയിടണ്ട. ഏത് വമ്പൻ പാസ്റ്റർ പറഞ്ഞാലും അവർ പറഞ്ഞോട്ടെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അത്രേ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ എന്നേ. അവർക്കെല്ലാം വെളിപ്പെട്ട് കിട്ടിയെന്ന് ധരിക്കല്ലേ. അവർക്ക് 50 വർഷത്തെ ശുശ്രൂഷയുണ്ടെന്നോർത്ത് 50 അല്ല 500 വർഷത്തെ ശുശ്രൂഷയുണ്ടെന്നോർത്ത് ഇത് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ നെഹമ്യാവിൻ്റെ കാലം വരെ നൂറ്റാണ്ടുകളുണ്ട്. അത്രയും കാലം ആർക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. ആ സമയത്താണ് വെളിപ്പെട്ട് കിട്ടിയത്. അതെന്നെ ഇപ്പോൾ വെളിപ്പെട്ടെന്നൊക്കെ ചോദിച്ചു വരല്ലേ. സായിപ്പിന് വെളിപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സജി പാസ്റ്ററിന് വെളിപ്പെട്ടിട്ടുണ്ടെന്നേ. അതുപോലെ ഒത്തിരി മലയാളി പാസ്റ്റർമാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങളങ്ങനെ തീരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ, തീർത്തും തള്ളിക്കളയല്ലേ. ആഴമേറിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഹംഗറിയിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ആ ഗ്രൂപ്പിൻ്റെ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സന്യാസ ഗ്രൂപ്പാണല്ലോ അവർ. അതായത് അവരുടെ ഹംഗറിയിലുള്ള ഒരു പ്രധാന ആശ്രമം, ആ ആശ്രമത്തെ ചുറ്റിപ്പറ്റി ഒരു വീഡിയോയാണ് കണ്ടത്. ആ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ ധാരാളം വെള്ളക്കാർ, അതായത് സ്ത്രീ പുരുഷന്മാരായവരവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ഹൈന്ദവ വിശ്വാസം സ്വീകരിച്ച ആളുകളാണ് അവരൊക്കെ. ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതിലെ പ്രധാന പൂജാരിയുടെ ആ സ്ഥാനത്ത് വരുന്ന ആൾ ഒരു വെള്ളക്കാരനാണ്. ആ കാണുന്ന സമയം എന്ന് പറയുന്നത് തണുപ്പിൻ്റെ കാലമാണ് അവിടെ. ആ സമയത്ത് അയാൾ ഒരു മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. മുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുക്കുന്ന പോലെയല്ല, ഈ പാളത്താർ ഉടുക്കുക എന്ന് പറയുന്ന പോലത്തെ ഈ മുണ്ടിൻ്റെ തുമ്പ് ഇങ്ങനെ വലിച്ച് കെട്ടി ഉടുക്കുന്ന, ഈ വടക്കേ ഇന്ത്യക്കാർ ഉടുക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഉടുത്തിരിക്കുന്നത്. ഒരു പൂണൂല് ഈ ശരീരത്ത് കിടപ്പുണ്ട്. അതല്ലാതെ ആ ശരീരത്ത് യാതൊരുവിധ തുണിയുടേതായ ഒന്നുമില്ല. ആ തണുപ്പത്ത് അദ്ദേഹം അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം വില കൊടുക്കുകയാണ്. അവിടെ വന്നിരിക്കുന്ന ആ സ്ത്രീകളെല്ലാം സാരിയും ബ്ലൗസുമാണ് ഉടുത്തിരിക്കുന്നത്. ഇന്നലെ വരെ നിക്കറിട്ടുകൊണ്ട് കിടന്ന മദാമയായിരിക്കും. ആ മദാമയൊക്കെ ഇപ്പോൾ സാരിയും ബ്ലൗസുമാണ് എല്ലാവരും കുറി തൊട്ടിട്ടുണ്ട്. ഓർണമെൻറ്റ്സ് ആരും യൂസ് ചെയ്യുന്നില്ല. ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പകരം രുദ്രാക്ഷമാലയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. രുദ്രാക്ഷമാലയൊക്കെ എന്തിനാ ഈ ഒടുവിലത്തെ സമയത്ത് ഞാനിത് പറഞ്ഞത്? നമ്മുടെ പെന്തക്കോസ് പാസ്റ്റർമാരെ അത് കാണിക്കണം. അവർ പറയുന്നത് എന്താ? കൾച്ചറുകളെ ബ്രേക്ക് ചെയ്യാൻ പാടില്ലെന്ന്. നോക്കണം, വെള്ളക്കാരൻ്റെ കൾച്ചറയല്ലേ ഹരേ രാമ ഹരേ കൃഷ്ണക്കാരൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. പൊളിച്ചടക്കി കൊടുക്കുകയല്ലേ, പൊളിച്ചടക്കി കൊടുത്തു. അതായത് അവരുടെ യൂറോപ്പിലെ ഒരു കൾച്ചറും അവർ ഫോളോ ചെയ്യുന്നില്ല. മുഴുവൻ ഇന്ത്യൻ കൾച്ചറിലേക്ക് അവർ മാറി.
എത്രയോ നൂറുകണക്കിന് വീഡിയോസാണ് അവർ ഡ്രമ്മും കൊട്ടി ഈ ഒരുതരം പ്രത്യേകതരം ഉടുപ്പുമൊക്കെ ഇട്ട് അതുപോലെ ഈ കാഷായ വേഷമൊക്കെ ധരിച്ച് ഡ്രമ്മും കൊട്ടി യൂറോപ്പിലെ പട്ടണങ്ങളിലൂടെ നടക്കുക. അവരുടെ ചില പരേഡുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ അവർ വരുന്ന കാണണം. 1-2 ഇന്ത്യക്കാർ കാണും, ബാക്കിയെല്ലാം വെള്ളക്കാരാ. അവരുടെ ആ ഒരു സമർപ്പണം നോക്കി. അന്നേരം നമ്മൾ പറയുന്നത് സായിപ്പിന് അങ്ങനെ സമർപ്പണത്തിൽ വരാൻ കഴിയില്ല, മദാമയ്ക്ക് വരാൻ കഴിയില്ല, വടക്കേ ഇന്ത്യയിൽ അങ്ങനെ വരാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ വരാൻ കഴിയില്ലെന്ന്. ഭയങ്കര വിദ്യാഭ്യാസമുള്ള സായിപ്പും മദാമയും ഒക്കെയാണ് സാരിയും മുണ്ടും ഒക്കെ കൊടുത്ത്. ഒരുത്തം പാൻ്റ് ഇടുന്നില്ല. വെള്ളക്കാരൻ പാൻ്റ് ഇടാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. അവനെ മുണ്ടുടിപ്പിച്ചൊരു അഭിഷേകമില്ലേ, അത് ഏതാത്മാവിൻ്റെ അഭിഷേകമാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണോ? നിങ്ങൾ എന്ത് അഭിഷേകം പ്രാപിച്ചെന്നായി പറയുന്നത്? നിങ്ങൾ ഏതാത്മാവിന് അധീനരാണ്? നിങ്ങൾ എന്ത് പെന്തിക്കോസുകാരാ? വചനം പഠിക്കുമ്പോൾ പൗലോസും ശിലനോസും തിമത്തിയോസും തെസ്സലോനിക്കയിൽ എത്തിയപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നോ എന്നാ ചോദിച്ചത്. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകമായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ ശുശ്രൂഷകന്മാരുടെ മേലും വിശുദ്ധന്മാരുടെ മേലും പകർന്നത്. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം. ഈ വിഷയം അവസാനിപ്പിക്കുന്നുകൊണ്ടാണ് ഞാൻ അല്പസമയം കൂടെ എടുത്തത്. ഈ വിഷയം ഇവിടെ പര്യവസാനിപ്പിക്കുക. നമ്മുടെ മേലെ അഭിഷേകമൊക്കെ എന്നേ ചോർന്നു പോയെന്നേ. ചുമ്മാ വാക്കുകൾ കൊണ്ടുള്ളൊരു അമ്മാനവാടി കളിക്കൽ മാത്രമേ ഉള്ളൂ. ചർച്ചകളും ഡിബേറ്റുകളും മാത്രമേ ഉള്ളൂ. വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി തരില്ലേ? സുബോധമുള്ള മനുഷ്യരെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകില്ലേ ഞാനീ പറയുന്നത്? നിങ്ങളൊന്ന് യൂട്യൂബ് പരതി നോക്ക്, അല്ലെ മറ്റ് സംവിധാനങ്ങൾ നോക്ക്. എന്തുമാത്രം വെള്ളക്കാരാണ് ഈ പറയപ്പെട്ടതിൽ ഭയങ്കര സമർപ്പണത്തിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഹരിദ്വാർ ഋഷികേശ് വരൂ. അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുന്ദരികളായ മദാമ്മമാർ, സുന്ദരന്മാരായ സായിപ്പുമാർ, അവരുടെ ആ ഒരു സമർപ്പണം എന്നോണം തലയിൽ ജട പിടിപ്പിച്ചിരിക്കുകയാണ്. ജട പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ്, ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഒന്നും. അവരിൽ ഹെവി പവറാണ് കടന്നു വന്നിരിക്കുന്നത്. ഹെവി പവർ. ആ പവർ, ഹെവി പവർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലും അപ്പുറമുള്ള പവറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇതും പവറാണ്, ഇതിനും അതിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തിയിലാണ് ഈ ആളുകളെ അത് വശത്താക്കിയത്. നമ്മൾ പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ശക്തിയൊക്കെ ചോർന്നുപോയി. നമ്മൾ ലോകക്കാരായിപ്പോയി. ലോകത്തോട് ഇഴചേർന്നു. മടങ്ങി വരണം. നമ്മുടെ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ദൈവത്തെ പറ്റിക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. മടങ്ങി വരണം, വചനത്തിലേക്ക് മടങ്ങി വരണം. വചനത്തിന് മുമ്പാകെ കീഴടങ്ങണം. സമർപ്പിത ജീവിതത്തിലേക്ക് വരണം. അങ്ങനെ വന്നാൽ നമ്മെയും നമ്മുടെ സമൂഹത്തെയും സ്വർഗത്തിലെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ദൈവം വിശ്വസ്തനാണ്, ഇനിയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. നമ്മളീ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും പിന്നീട് കേൾക്കുമ്പോൾ അവർ ഉണർത്തപ്പെട്ടാൽ, അങ്ങനെ അവരിലൂടെ അത് മറ്റനേകരിലേക്ക് അത് കത്തിപ്പടർന്നു കഴിഞ്ഞാൽ, അതായത് ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളും ലോകത്തിന് അനുരൂപമാകുന്ന കാര്യങ്ങളും വില കുറഞ്ഞ ചർച്ചകളും വില കുറഞ്ഞ ഡിബേറ്റുകളും ഒക്കെയായിട്ട് നടക്കുന്ന ആളുകളെല്ലാം മടങ്ങി വരുവാനിടയാകട്ടെ. പ്രവാചകൻ പറഞ്ഞതുപോലെ, യഹോവയെ ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടേയുള്ള ആ നല്ല കാലത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ആ ഒരു ആഗ്രഹത്തോടും ആ ഒരു താല്പര്യത്തോടും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ദീർഘമായ ആഴ്ചകൾ നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയം നമ്മൾ പറയായിരുന്നു. ഗൗരവമായ വിഷയമാണ്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ചെയ്യുകയും അതിനെ പിന്നീട് ഒന്ന് ഓടിച്ചു നോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തറവായ ബോധ്യങ്ങൾ ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.